എല്ലാവർക്കും ഇൻസൈറ്റ് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ദിവസം RBI കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇനി വരാൻ പോകുന്ന എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗമാണ് RBI. വെരി ഹോട്ട് ടോപ്പിക്കാണ്. 10th പ്രിലിംസ് ആയാലും അതുപോലെ തന്നെ 10th മെയിൻ എക്സാം ആയാലും ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാം ആയാലും ഇതിനകത്തുനിന്ന് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരും. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുവാണേ. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ എന്താണ് പറയാം, RBI കുറിച്ചും RBIയുടെ ചരിത്രത്തെക്കുറിച്ചും RBIയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസിനെ കുറിച്ചും മോണിറ്ററി പോളിസിയെക്കുറിച്ചുമുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ആദ്യത്തെ വീഡിയോ. ഓക്കെ, 2 വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. രണ്ടാമത്തെ വീഡിയോ എല്ലാവരും കാണേണ്ടതാണ്. എന്താണ് ഈ RBI കുറിച്ച് 2021-25 വർഷങ്ങളിലെ എല്ലാ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതായിരിക്കും വെറും ഡിസ്കസിങ് അല്ല, അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഉണ്ടായിരിക്കും. ഇതായിരിക്കും നമ്മുടെ വീഡിയോയുടെ ഒരു ഔട്ട്ലൈൻ. സോ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ക്ലാസ്സിലോട്ട് പോവുകയാണ്. 2 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കണേ. നമുക്ക് ഒന്നാമത്തെ ചരിത്രത്തിലേക്ക് വരാം. ഓക്കെ, 1926 വർഷം ഒന്ന് നോട്ട് ചെയ്തേക്കണേ. 1926 ഒരു കമ്മീഷൻ വരുവാണ്. ആ കമ്മീഷന്റെ പേരെന്താണ്? ഹിൽട്ടൺ ഇൻ കമ്മീഷൻ, അല്ലെങ്കിൽ ആ കമ്മീഷന്റെ മറ്റൊരു പേര് പറയും റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ഫിനാൻസ്. മനസ്സിലാക്കണേ, ഹിൽട്ടൺ ഇൻ കമ്മീഷൻ അല്ലെങ്കിൽ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. ഈ കമ്മീഷൻ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആര്? ഈ ഒരു കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് RBI വരുന്നത്. ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരാണ്? ലോർഡ് റീഡിംഗ്. പഠിച്ചേ? ഓക്കെ, ഏത് വർഷമാണ്? ഉറപ്പായിട്ടും ചോദിക്കുക. ഏത് വർഷമാണ്? 1926. ക്ലിയർ ആണോടാ കുട്ടികളെ? ക്ലിയർ ആണോ? സോ ഈ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം RBI ആക്ട് നിലവിൽ വരുന്ന വർഷം 1934. 1934 RBI ആക്ട് വരുന്നത്. ഡേറ്റ് കൂടെ ഒന്ന് പഠിച്ചേ. 1934 മാർച്ച് 6 എന്ത് വരുന്നത്? RBI ആക്ട് വരുന്നത്. ഒരു ആക്ട് വന്നു കഴിഞ്ഞാൽ അത് സ്ഥാപിക്കണ്ടേ? സ്ഥാപിച്ചത് RBI നിലവിൽ വന്ന വർഷം എന്നാണ്? 1935. 34 RBI ആക്ട് വരുന്നു. നിലവിൽ വരുന്നത് 35 എന്നാണ്. ഡേറ്റ് കൂടെ ഒന്ന് പഠിച്ചേ. ഏപ്രിൽ 1. സോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ എത്രയായിരുന്നു? 5 കോടി രൂപയായിരുന്നു. 5 കോടി രൂപ. ആസ്ഥാനം എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു ആസ്ഥാനം. മനസ്സിലായേ? ആദ്യം എവിടെയായിരുന്നു ആസ്ഥാനം? 35 കൊൽക്കത്തയിലായിരുന്നു ആസ്ഥാനം. പഠിച്ച കാര്യം ക്ലിയർ ആക്കണേ. ഓക്കെ, ഇനി രണ്ടാമത് ഒരു 2 വർഷം കൂടെ കഴിഞ്ഞപ്പോഴത്തേന് ആസ്ഥാനം എവിടെയാക്കി മാറ്റി? മുംബൈയിലേക്ക് മാറ്റി. ഓക്കെ, ആസ്ഥാനം എവിടേക്ക് മാറ്റി? മുംബൈയിലേക്ക് മാറ്റി. നിലവിൽ RBIയുടെ ആസ്ഥാനം എവിടെ തന്നെയാണ്? മുംബൈയിൽ തന്നെയാണ്. മനസ്സിലായോ? ക്ലിയർ ആണേ? സോ ഇനി RBI എന്തായിരുന്നു? ഒരു ബാങ്കിങ് റെഗുലേറ്റിംഗ് ആക്ട് വരുന്നുണ്ട് 1949. 1949 മാർച്ച് 16 എന്ന് പറയാം. ഓക്കെ, അന്ന് വരെ എന്ത് ബാങ്ക് ആയിട്ടായിരുന്നു ഇരുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ബാങ്കിൽ നിന്ന് പൂർണ്ണമായും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കായി ദേശസാൽക്കരിച്ച വർഷം പഠിച്ചു വെച്ചേക്കണം. 1949 ജനുവരി 1. മനസ്സിലായണേ? ഓക്കെ, എന്താണ്? ബാങ്കിങ് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്തത്? ദേശസാൽക്കരിച്ചത്. എന്താണ്? ബാങ്കിങ് റെഗുലേറ്റിംഗ് ആക്ട് 1949 ബാങ്കിങ് റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഷെയർ ഹോൾഡേഴ്സ് ബാങ്കിൽ നിന്ന് എന്തിലേക്ക് മാറിയടാ? സർക്കാരിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ബാങ്കായി, കേന്ദ്ര ബാങ്കായി മാറി ദേശസാൽക്കരിച്ചു 1949 ജനുവരി 1. ഡേറ്റ് ഓർത്ത് വെച്ചേക്കണേ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഹിൽട്ടൺ ഇൻ കമ്മീഷൻ എന്നാടാ? ഹിൽട്ടൺ ഇൻ കമ്മീഷൻ 1926. ഹിൽട്ടൺ ഇൻ കമ്മീഷൻ ക്ലിയർ ആണോ? ഓക്കെ, ഹിൽട്ടൺ കമ്മീഷൻ 26. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് പഠിച്ചു എന്താണ്? 34 ആക്ട് വരുന്നു. 35 RBI സ്ഥാപിക്കുന്നു. ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു. മാറ്റി മുംബൈയിലേക്ക് കൊണ്ടുവന്ന എന്നാണ്? 37. ദെൻ ദേശസാൽക്കരിച്ച വർഷം 49 ജനുവരി 1. ക്ലിയർ ആണേ?
ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ഒരു അവസ്ഥ കണ്ടോടാ. നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ നിങ്ങൾ ഇത് തന്നെ നോക്കേ, നോട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ എത്ര പെർസെൻറ്റേജ്? 69%. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് വെറും 30% ഉള്ളൂ. ഇത്രയും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുതരുന്നതല്ലേ, നല്ല എഫേർട്ട് എടുത്തിട്ടാണ്, ബാക്കിൽ എഫേർട്ട് എടുത്തിട്ടാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ഇതുപോലത്തുള്ള വീഡിയോ ഒക്കെ ചെയ്യാൻ ഒരു പ്രചോദനം ഉണ്ടാവും. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണേ. സോ കാര്യം അടുത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഒരു കുറച്ച് ബാങ്കിൻ്റെ ഏതൊക്കെ രാജ്യങ്ങളുടെ സേവനങ്ങളായിരുന്നു നൽകിയിരുന്നത് എന്ന് നോക്കാം. ഇന്ത്യ 1935 മുതൽ ഇന്ന് വരെ ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്നത് ആര് തന്നെയാണ്? RBI തന്നെയാണ് അല്ലേ. 35 സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യയുടെ സ്വന്തം ബാങ്കായിട്ട് തന്നെയാണ് നിന്നത്. സോ 37 ബർമ്മ, ഓക്കെ, ഇന്ന് കാണുന്ന മ്യാൻമർ എന്ന് അറിയപ്പെടുന്ന ബർമ്മ ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വേർപിരിച്ചെങ്കിലും 47 വരെ ആരാണ്? ബർമ്മയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ട് ആര് പ്രവർത്തിച്ചു? RBI പ്രവർത്തിച്ചു. സോ എവിടെ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കണം. 37 എന്ത് ചെയ്ത്? ബർമ്മ ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വേർപിട്ടതിന് ശേഷം 47 ഏപ്രിൽ വരെ എന്ത് ചെയ്തടാ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെ എന്ത് ചെയ്ത്? സെൻട്രൽ ബാങ്ക് ആയിട്ട് പ്രവർത്തിച്ചു ബർമയുടെ. മനസ്സിലാക്കണേ. ദെൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പാകിസ്ഥാൻ്റെ കാര്യം. പാകിസ്ഥാൻ്റെ വിഭജനം എന്നാണ്? ആ വിഭജനത്തിന് ശേഷം 48 ജൂൺ വരെ പാകിസ്ഥാന്റെ സെൻട്രൽ ബാങ്ക് ആയിട്ട് പ്രവർത്തിച്ചു. 47 ഓഗസ്റ്റ് 15 വിഭജനം ഉണ്ടായി. ഓഗസ്റ്റ് 14 വിഭജനം ഉണ്ടായി. വിഭജനത്തിന് ശേഷവും 48 ജൂൺ വരെ എന്തായി? പാകിസ്ഥാന്റെ സെൻട്രൽ ബാങ്ക് ആയിട്ട് പ്രവർത്തിച്ചത് നമ്മുടെ സ്വന്തം RBI ആണ്, റിസർവ് ബാങ്ക് ആണ്. ക്ലിയർ ആണേ? ഓക്കെ, ഇനി നോക്കിക്കോണേ, നമ്മുടെ RBIയിൽ ഒരു ഭരണസമിതിയുണ്ട്. ആ ഭരണസമിതിയുടെ പേരൊന്ന് പഠിച്ച് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്നാണ് പറയുന്നത്. എന്താണ് പഠിച്ച്? ആ ഭരണസമിതിയുടെ പേരെന്താ? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇതിനകത്ത് എത്ര പേരുണ്ട്? 21 അംഗങ്ങളുണ്ട്. എത്ര പേരാണ്? 21 അംഗങ്ങൾ. സോ ഇത് നിയമിക്കുന്നതാണ് കേന്ദ്ര സർക്കാരാണ്. സോ ഇതിനകത്ത് എങ്ങനെയാണ്? ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടുള്ള മെമ്പേഴ്സും ഉണ്ട്. ഒഫീഷ്യലായിട്ട് എത്ര പേരാണ്? 5 പേരാണ്. ഒഫീഷ്യലായിട്ട് എത്ര പേര്? 5 പേര്. ദെൻ അതുപോലെ തന്നെ അൺഒഫീഷ്യലായിട്ട് എത്ര പേരാണ്? 16 പേരാണ് ഉള്ളത്. അൺഒഫീഷ്യലായിട്ട് 16 പേര്. അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള അംഗങ്ങളുടെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കണേ, ആരൊക്കെയാണെന്ന്. അത് ഗവർണർ ഉണ്ടായിരിക്കും. എന്തിൻ്റെ ഗവർണർ? RBIയുടെ ഗവർണർ. കാലാവധി ആദ്യം 5 വർഷമായിരുന്നു. ഇപ്പോൾ എത്ര വർഷമേ ഉള്ളൂ? 3 വർഷമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഓക്കെ, ഇതിനകത്തുള്ള അംഗങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പം അത് കേന്ദ്ര സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ തീരുമാനം അനുസരിച്ച് ഇപ്പോൾ എത്ര വർഷമേ ഉള്ളൂ? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഗവർണറിൻ്റെ സ്ഥാനം എത്ര വർഷമേ ഉള്ളൂ? 3 വർഷമാണ്. ഇനി ഉപമേധാവികൾ ആരൊക്കെയാണ്? 4 ഡെപ്യൂട്ടി ഗവർണർമാരുണ്ടായിരിക്കും. അവരുടെയും കാലാവധി എത്രയാണ്? 3 വർഷമാണ്. അവരുടെയും കാലാവധി എത്രയാണ്? 3 വർഷമാണ്. ഇത് ഏത് റൂൾ അനുസരിച്ചാ? നമുക്കറിയാമല്ലോ, 1934 ഒരു റൂൾ ഉണ്ടല്ലോ. ആ റൂളിലെ ആക്ട് നമ്പർ 8 സബ് ക്ലോസ് 1 A പ്രകാരം പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുകയാണ്. ഇവരുടെ ഒരു കോമ്പോസിഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഒഫീഷ്യലായിട്ട് എത്ര പേരുണ്ട്? 5 പേര്. 5 പേരിൽ ആരാണ്? ഒരു ഗവർണറും പിന്നെ എത്ര പേരാണ്? 4 ഡെപ്യൂട്ടി ഗവർണർമാരും ഉണ്ടായിരിക്കും. സോ അൺഒഫീഷ്യലായിട്ട് എത്ര പേരുണ്ട്? 16 പേരാണ് അൺഒഫീഷ്യലായിട്ടുള്ളത്. അതേതൊക്കെയാണ്? വിവിധ മേഖലകളിൽ നിന്ന് നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ ഉണ്ടായിരിക്കും 10 പേര്. ദെൻ സർക്കാരിൽ നിന്ന്, കേന്ദ്ര സർക്കാരിൽ നിന്ന് 2 ഉദ്യോഗസ്ഥരുണ്ടായിരിക്കും. ലോക്കൽ ബോഡീസിൽ നിന്ന് 4 പേരുണ്ടായിരിക്കും. അവരുടെ കാലാവധി 4 വർഷമായിരിക്കും. ഓർത്തു വെച്ചേക്കണേ. ലോക്കൽ ബോഡിയിൽ നിന്ന് എത്ര പേരുണ്ടായിരിക്കും? 4 പേരുണ്ടായിരിക്കും. ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി, അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. 16 പേരുണ്ടായിരിക്കും എന്ന കാര്യം അറിഞ്ഞു വെച്ചേക്കും. സോ ആ കാര്യം ഒന്ന് വെക്കുക. ഒഫീഷ്യലിൻ്റെ കാര്യം ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഭരണസമിതിയുടെ കാര്യം നമ്മൾ പഠിച്ചു. ഇനി ഈ പ്രാദേശിക സാധനം, ഈ ലോക്കൽ ബോഡീസ് ഒക്കെ എവിടെയുണ്ടെന്ന് അറിയാം. നമുക്ക് ട്രിവാൻഡ്രത്തോട്ട് പോകുമ്പോൾ ഒരു ലോക്കൽ ബോഡി RBIയുടെ ഒരു ഓഫീസുമാണ്. അതെവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. അതുപോലെ എവിടെയുണ്ട്? ദക്ഷിണ മേഖലയിലുണ്ട്. അതെവിടെയാണ്? നമ്മുടെ ചെന്നൈയിലുണ്ട്. ദെൻ അതുപോലെ തന്നെ പശ്ചിമ മേഖലയിലായ മുംബൈയിലുണ്ട്. ദെൻ കിഴക്ക് എവിടെയുണ്ട്? കൊൽക്കത്തയിലുണ്ട്. ദെൻ അങ്ങ് വടക്ക് നോർത്തിൽ എവിടെ ഉണ്ട്? ഡൽഹിയിലുണ്ട്.
സോ മെയിനായിട്ടുള്ള ആസ്ഥാനം എവിടെയാണ്? മെയിനായിട്ടുള്ള ആസ്ഥാനം എന്ന് പറയുന്നത് RBIയുടെ ആസ്ഥാനം മുംബൈയാണ്, നരിമാൻ പോയിന്റ് എന്നൊക്കെ പറയാം. സോ അപ്പോൾ ലോക്കൽ ബോഡീസ് എവിടേക്കാണ്? എത്ര ലോക്കൽ ബോഡീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 5, എത്ര പേരുടെ? 1, 2, 3, 4, 5 ലോക്കൽ ബോഡീസ് ഉണ്ട്. ആ സ്ഥലങ്ങൾ മാത്രം നോക്കുക. ഒന്ന് തിരുവനന്തപുരം, ചെന്നൈ, മുംബൈ, പശ്ചിമ മേഖല, ദെൻ അതുപോലെ തന്നെ കിഴക്ക്, കൊൽക്കത്ത, ഡൽഹി. മനസ്സിലായോ? ഓക്കെ, ഓരോ ബോർഡിലും 5 അംഗങ്ങളാണ് ഉള്ളത്. ഓരോ ബോർഡിലും എത്ര അംഗങ്ങളുണ്ട്? 5 അംഗങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. എന്താണ് ലക്ഷ്യം? പ്രാദേശിക താല്പര്യങ്ങൾ, പ്രാദേശിക യൂണിയൻ, റീജിയനുകളിലെ ആ പ്രദേശത്തെ താല്പര്യങ്ങൾ, അവിടുത്തെ സഹകരണ ബാങ്കുകൾ, തദ്ദേശീയ ബാങ്കുകൾ എന്നിവയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് ഈ ലോക്കൽ ബോഡീസ് എന്ന് പറയുന്നത്. സോ മനസ്സിലായോ? വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് പോയാലോ? എല്ലാവർക്കും ക്ലിയർ ആണെന്നോ? ഓക്കെ, നമുക്ക് നോക്കിയാലോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് സ്ഥാപനങ്ങളും അതിൻ്റെ എവിടേക്കാണ് ആസ്ഥാനങ്ങളെന്നും നോക്കാം. ഒന്നാമത്തത് ഓക്കെ, ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ഓക്കെ, RBI ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. എവിടെയാണ്? മുംബൈയിലാണ്. പഠിച്ചേക്കണേ. ഒന്നുകൂടെ, ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ. ഇനി എന്താണ്? ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണേ. ഓക്കെ, ഈ നോട്ടിൻ്റെ അച്ചടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ. എന്താണ് ഇത് പഠിച്ചേ? ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ്. സോ നമുക്ക് അടുത്തതിലേക്ക് വരാം. ഓക്കെ, റിസർവ് ബാങ്ക് ഇൻഫർമേഷൻ ടെക്നോളജി. റിസർവ് ബാങ്ക് ഇൻഫർമേഷൻ ടെക്നോളജി എവിടെയാണ്? അത് നവി മുംബൈയിലാണ്. സോ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത എന്താണ്? ഇന്ത്യൻ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലൈൻഡ് സർവീസ്. അതെവിടെയാണ്? അതും മുംബൈയിലാണ്. സോ ഇനി അടുത്തത് RBI ഇന്നോവേഷൻ ഹബ്ബ്. അത് ബാംഗ്ലൂരാണ്. നമ്മൾ ബാംഗ്ലൂർ എത്ര എണ്ണം ഉണ്ട്? 2 ബാംഗ്ലൂരുണ്ട്. ഇവിടെ ഒരു ബാംഗ്ലൂരുണ്ട്, ഇവിടെ ഒരു ബാംഗ്ലൂരുണ്ട്. ഇവിടുത്തെ എന്താണ്? മുദ്രൻ പ്രൈവറ്റ് ലിമിറ്റഡ്, നോട്ട് മുദ്രൻ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്നവേഷൻ ഹബ്ബ് എവിടെ തന്നെയാണ്? ബാംഗ്ലൂരാണ്. സോ അത് മനസ്സിലായി. ഇനി ബാക്കി ഏതൊക്കെയാണ് വരുന്നത്? ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി മുംബൈയിലും, ദെൻ അതുപോലെ തന്നെ അടുത്ത എന്താണ്? ഇൻഫർമേഷൻ ടെക്നോളജി എവിടെയാണ്? നവി മുംബൈയിലും. അലൈൻഡ് സർവീസ് ടെക്നോളജി ഫിനാൻഷ്യൽ അലൈൻഡ് സർവീസ് എവിടെയാണ്? അത് മുംബൈയിലുമാണ്. മനസ്സിലാക്കണേ. 3 മുംബൈ ഉണ്ട്, 2 ബാംഗ്ലൂരും ഉണ്ട്. ക്ലിയർ ആയല്ലോ? സോ ഇത് മനസ്സിലാക്കി വെക്കണേ. സോ നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോയാലേ. അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇനി RBIയിലെ സ്റ്റാഫ്സിന് എന്ത് ചെയ്യണം? പരിശീലനം കൊടുക്കണം. ചുമ്മാ പറ്റത്തില്ലല്ലോ. സോ RBIയിലെ സ്റ്റാഫിന് പരിശീലനം കൊടുക്കുന്ന കുറച്ച് സ്ഥാപനങ്ങളൊന്ന് പഠിച്ചു പോവാം. ഓക്കെ, RBI അക്കാഡമി എവിടെയാണ്? അത് മുംബൈയിലാണ്. RBIയുടെ അക്കാഡമി എവിടെയാണ്? മുംബൈയിലാണ്. പൂനെയിൽ ഒരു സംഭവം ഉണ്ട്. പൂനെയിൽ എന്താണ്? കോളേജ് ഓഫ് അഗ്രികൾച്ചർ ബാങ്കിങ്. പൂനെയിൽ എന്താണ്? കോളേജ് ഓഫ് അഗ്രികൾച്ചർ ബാങ്കിങ് എവിടെയാണ്? പൂനെയിലാണ്. സ്റ്റാഫ് കോളേജ്, ഇത് PYQ ആണ് കേട്ടോ. RBIയുടെ സ്റ്റാഫ് കോളേജ് എവിടെയാണ്? ചെന്നൈയിലാണ്. സ്റ്റാഫ് കോളേജ് ചെന്നൈയിലാണ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഓക്കെ, കോളേജ് ഓഫ് സൂപ്പർവൈസർ. ഓക്കെ, കോളേജ് ഓഫ് സൂപ്പർവൈസർ എവിടെയാണ്? ഓക്കെ, അത് മുംബൈയിലാണ്. ദെൻ അതുപോലെ എന്താണ്? IDRBT. ഓക്കെ, എന്താണ് IDRBT? എന്താണ് അതിൻ്റെ ഫുൾ ഫോം? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി. ഒന്നുകൂടെ പഠിച്ചേ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി. ബാങ്കിങ് ടെക്നോളജിയുടെ റിസർച്ച് എവിടെയാണ്? ഇത് ഹൈദരാബാദിലാണ് കേട്ടോ. ഹൈദരാബാദ്. മനസ്സിലാക്കണേ. അപ്പോൾ ഒന്നുകൂടെ പറ. അക്കാഡമി എവിടെയാണ്? മുംബൈയിലാണ് അക്കാഡമി. അഗ്രികൾച്ചർ പൂനെയിൽ. സ്റ്റാഫ് കോളേജ് ചെന്നൈയിൽ. കോളേജ് ഓഫ് സൂപ്പർവൈസർ മുംബൈയിൽ. ദെൻ അതുപോലെ തന്നെ ടെക്നോളജി ഏതാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിങ് ടെക്നോളജി എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഹൈദരാബാദ്. സോ ഇത്രയും കാര്യങ്ങൾ സെറ്റായി. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. സോ ഈ വാണിജ്യ ബാങ്കുകളും വാണിജ്യേതര ബാങ്കുകളും മറ്റ് ബാങ്കുകളുടെയൊക്കെ മേൽനോട്ടം വഹിക്കാൻ, സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഒരു ബോർഡ് രൂപീകരിച്ചു. സോ ആ ബോർഡിൻ്റെ പേര് കൂടെ ഒന്ന് പഠിച്ചേക്കണേ. എന്താണ് ആ ബോർഡിൻ്റെ? ബോർഡ് ഫോർ ഫിനാൻഷ്യൽ സൂപ്പർവൈസിംഗ് ആണ് ആ ഒരു
ബോർഡിന്റെ പേര്. ഇത് എന്നാണ് രൂപീകരിച്ചത്? ഈ എന്നാണ് രൂപീകരിച്ചത്? 1994 രൂപീകരിച്ചത്. മനസ്സിലായോ? സോ എന്തിനു വേണ്ടിയാണ് ഇത് രൂപീകരിച്ചതെന്ന് പറയാമോ? എന്തിനു വേണ്ടിയാ? എടാ, നമ്മുടെ വാണിജ്യ ബാങ്കുകൾ, ധനകാര്യ ബാങ്കുകൾ, ബാങ്കിങ് ഇതര ധനകാര്യ കമ്പനികളിലെ എന്നിവയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മോണിറ്ററൈസേഷൻ നടത്തുന്നതിന് വേണ്ടിയും മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബോർഡ് രൂപീകരിച്ചത്. ബോർഡ് രൂപീകരിച്ച വർഷം 1994 എന്ന കാര്യം ഇവിടെ ഓർത്തു വെച്ചേക്കണം. ദെൻ അടുത്താണ് ബാങ്കിങ് മേഖലയിലെ പരാതികൾ, ഉപഭോക്താവിൻ്റെ പരാതികൾ കൊടുക്കുന്നതിന് വേണ്ടി ഓംബുസ്മാൻ സിസ്റ്റം കൊണ്ടുവന്നത് 1995. അപ്പം RBIയുടെ ഓംബുസ്മാൻ നിലവിൽ വന്ന വർഷത്തോടെ ചോദിക്കാം. ഏത് വർഷമാണ്? 1995. മനസ്സിലാക്കണേ, ഏത് വർഷം? 1995. ഇനി അടുത്ത എന്താണ്? ഫിനാൻഷ്യൽ ഇയർ. സിമ്പിളാണ്, തെറ്റിക്കല്ലേ. ഓക്കെ, ഇവിടെ 31 ഏപ്രിൽ 1 പറഞ്ഞ് ചോദിക്കും. ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 വരെയാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിക്കുക, അതുകൊണ്ടാണ് പറയുന്നത്. വീണ്ടും വീണ്ടും പറയുവാണ്, ഏപ്രിൽ 1 തുടങ്ങിയിട്ട് മാർച്ച് 31 വരെ ആയിരിക്കും. നിങ്ങളെല്ലാവരും പഠിക്കണേ. വീണ്ടും പറയുകയാണ്, എല്ലാവരും പഠിക്കണേ, എല്ലാവരും ജയിക്കണം. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. എടാ, RBIയെ കുറിച്ച് കുറച്ച് ഗവർണർമാരുടെ പേരും ഒക്കെ എന്ന് നമുക്ക് നോക്കിയാലോ. സോ നമുക്ക് ആദ്യത്തേയിലേക്ക് വരാം. ഓക്കെ, RBIയുടെ ആദ്യത്തെ ഗവർണർ ആര്? RBIയുടെ ആദ്യത്തെ ഗവർണർ ഓസ്മോണ്ട് സ്മിത്ത്. പഠിച്ച ഓസ്മോണ്ട് സ്മിത്ത് ആരാ? സ്മിത്ത് അണ്ണൻ എവിടെയാണ്? RBIയുടെ ആദ്യത്തെ ഗവർണറാണ്. ആദ്യത്തെ രണ്ടാമത്തെ ഗവർണർ. ദെൻ നോട്ടിൽ ഒപ്പിടണം. ദെൻ അതുപോലെ എന്താണ്? ഡെപ്യൂട്ടി ഗവർണർ. ആദ്യത്തെ ഇന്ത്യക്കാരനല്ല കേട്ടോ, ആദ്യത്തെ ഡെപ്യൂട്ടി ഗവർണർ. അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, രണ്ടാമത്തെ ഗവർണർ. ഓക്കെ, ആദ്യത്തെ ഡെപ്യൂട്ടി ഗവർണർ. ദെൻ അതുപോലെ ബാങ്ക് നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ ഗവർണർ ആരാടെ? ജെയിംസ് ടെയ്ലർ ആണ്. ടെയ്ലർ പഠിച്ചു വെച്ചേക്കണേ. ഇനി ഇന്ത്യക്കാരനായിട്ടുള്ളത് ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൽ പങ്കെടുത്തതുമായിട്ടുള്ള ഏക ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് ആരാണ്? CD ദേശ്മുഖ്. ഇപ്പം ചോദിക്കാം, ഇന്ത്യക്കാരനായിട്ടുള്ള RBIയുടെ ആദ്യത്തെ ഗവർണർ ആരാണ്? CD ദേശ്മുഖ്. CD ദേശ്മുഖാണ് എന്താണ്? ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഗവർണർ. വർഷം ഓർത്തു വെക്കുക, 1943 മുതൽ 49 വരെയാണ്. ഇതിന് അടുത്തത് ഏറ്റവും കൂടുതൽ കാലം RBIയുടെ ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് നമ്മുടെ ആര്? ബനഹൽ റാവു അല്ലെങ്കിൽ BR റാവു എന്ന് പറയാം. അപ്പോൾ എന്താണ് ചോദ്യം? ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആയിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ തിരിഞ്ഞു പോകല്. CD ആണെങ്കിൽ എന്താണ്? ആദ്യത്തെ ആളാണ്, ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. സോ രണ്ടാമത് BR റാവു ആണ്. BN അല്ല, BR റാവു ആണ് എന്തുവാണ്? ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആയിട്ടുള്ള വ്യക്തി. സോ അത് മനസ്സിലാക്കി വെച്ചേക്കണേ. ഓക്കെ, ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഡെപ്യൂട്ടി ഗവർണർ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? ആദ്യത്തെ ഡെപ്യൂട്ടി ഗവർണർ ആണെങ്കിൽ അതാരാ? ജെയിംസ് ടെയ്ലർ ആണ്. പക്ഷേ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഡെപ്യൂട്ടി ഗവർണറായ സിക്കന്ദർ ഹിയാത് ഖാൻ ആണ്. പഠിച്ചു വെച്ചേക്കാം, സിക്കന്ദർ ആണ് ഇത് ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഡെപ്യൂട്ടി ഗവർണർ. സോ ഇനി അടുത്തത് എന്താണ്? സുധാ ബാലകൃഷ്ണൻ. ഒന്ന് പഠിച്ചു വെക്കണേ, RBIയുടെ ചീഫ് ഫിനാൻസ് ഓഫീസർ ആയിട്ടുള്ള വ്യക്തിയാണ്. ആദ്യത്തെ സുധാ ബാലകൃഷ്ണനാണ് RBIയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയിട്ടുള്ളത്. ആദ്യത്തെ വ്യക്തിയാണ് സുധാ ബാലകൃഷ്ണൻ. ഇനി അടുത്തതാണ് ഓക്കെ എം നരസിംഹം എന്തായിരുന്നു? RBIയിൽ അദ്ദേഹം ഒരു ജോലിക്കാരനായിരുന്നു. ഒരു ഉദ്യോഗസ്ഥനായതിനു ശേഷം അവിടെ നിന്ന് പടവെട്ടി അദ്ദേഹം എന്തായടെ? ഗവർണറായി. ഓക്കെ, ഗവർണർ പദവിയിലെത്തി. ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് അദ്ദേഹം എന്തായി? ഗവർണറായ വ്യക്തിയാണ് ആര്? എം നരസിംഹം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി KJ ഉദേശി. ഓക്കെ, KJ ഉദേശി എന്താണ്? ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി ഗവർണർ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ക്ലിയർ ആക്കേ. ജെയിംസ് ടെയ്ലർ എന്തായിരുന്നു? ആദ്യത്തെ ഡെപ്യൂട്ടി ഗവർണർ. ഓക്കെ, എന്നാൽ സിക്കന്ദർ ഹിയാത് ഖാൻ എന്തായിരുന്നു? ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ഡെപ്യൂട്ടി ഗവർണർ. അപ്പം KJ ഉദേശി എന്താണ്? ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി ഗവർണർ. മനസ്സിലാക്കണേ. അപ്പം CFO എന്താണ്? ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരാണ്? സുധാ ബാലകൃഷ്ണൻ. ഈ 3-5 പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരും. ഓക്കെ, അത് കറക്റ്റായിട്ട് പഠിച്ചു വേണം. ഇനി അടുത്ത എന്താണ്? മൻമോഹൻ സിംഗിനാണ് RBIയുടെ ഗവർണർ ആയതിനു ശേഷം
ഓക്കെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. എത്രാമത്തെയാണ്? 13ാമത്തെ ഗവർണറായിരുന്നേ. RBIയുടെ എത്രാമത്തെയാണ്? 13ാമത്തെ. റാവു മൻമോഹൻ ഒക്കെ ഓർമ്മയുണ്ടോ? LPG ഒക്കെ വന്ന സമയത്ത് ആരായിരുന്നു? നമ്മുടെ മൻമോഹൻ സിംഗ് ആയിരുന്നു ധനകാര്യ മന്ത്രിയായിരുന്നത്. സോ അപ്പം നോക്കണേ, മൻമോഹൻ സിംഗ് എന്നാണ് മരണപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അതൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ ഇപ്പോഴാണ് സഞ്ജയ് മൽഹോത്രയാണ് നിലവിലെ ഗവർണർ. സഞ്ജയ് മൽഹോത്ര 26ാമത്തെയാണ്. സഞ്ജയ് മൽഹോത്ര എത്രാമത്തെ? 26ാമത്തെ ഗവർണറാണ്. 2024 അപ്പോയിന്റ് ചെയ്തത്. തൊട്ട് മുമ്പ് ഇരുന്ന ആളെ പഠിച്ചു വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ശക്തികാന്ത് ദാസ് ആണ് 25. ശക്തികാന്ത് ദാസ് 25 കൊല്ലം കഴിയുമ്പോൾ നല്ല ശക്തി കിട്ടും. ശക്തികാന്ത് ദാസ് 25. സോ 25 ആണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടി? ഒരു അവാർഡ് കൂടെ കിട്ടി. അതുകൂടെ ഒന്ന് പഠിച്ചേ. ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ്റെ ബെസ്റ്റ് സെൻട്രൽ ബാങ്കർ എന്ന അവാർഡ് ലഭിച്ചു. ഓക്കെ, എന്താണ്? ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ്റെ ബെസ്റ്റ് സെൻട്രൽ ബാങ്കർ എന്ന അവാർഡ് ലഭിച്ചു. അതുപോലെ തന്നെ ഗവർണർ ഓഫ് ദ ഇയർ അവാർഡ്, ഗവർണർ ഓഫ് ദ ഇയർ അവാർഡ് ലണ്ടനിൽ കൊടുക്കുന്നത് 2023 അദ്ദേഹത്തിന് കിട്ടി. ആരെക്കുറിച്ചാണ്? ശക്തികാന്ത് ദാസിനെ കുറിച്ചാണ്. സോ നമ്മൾ ഇവിടുത്തെ ഡെപ്യൂട്ടി ഗവർണർമാരുടെ കാര്യങ്ങൾ ഒന്ന് പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇടയ്ക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. സോ അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. 4 പേരുണ്ട്. അതിൽ ആ 4 പേരുടെ പേരുകളൊന്ന് നിങ്ങളൊന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കണം, അപ് ടു ഡേറ്റ് ആയിട്ടൊന്ന് നോക്കണം. ഇവിടെ ഒരു കാര്യം കൂടെ ഓർക്കാം. ഓക്കെ, പി വാസുദേവൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. എന്താണ്? RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ മലയാളി സാന്നിധ്യമാണ് ആര്? പി വാസുദേവൻ എന്ന് പറയുന്നത്. പി വാസുദേവൻ എന്താണ്? RBIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറിലെ മലയാളി സാന്നിധ്യമാണ്. സോ നമ്മുടെ RBIയുടെ കുറച്ച് ഫംഗ്ഷനുകളാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നോട്ട് അച്ചടിക്കലുമായി ബന്ധപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, വിദേശ നാണയങ്ങൾ സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? RBI തന്നെയാണ്. സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നതും ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നതും ആപൽഘട്ടത്തിൽ സഹായിയായിട്ട് നിൽക്കുന്നതും ആര് തന്നെയാണ്? RBI ആണ്. ഓക്കെ, അതുമായി പണവിതരണ നിയന്ത്രണം, മാർക്കറ്റിലോട്ട് എത്രമാത്രം പണം വിതരണം ചെയ്യണം, അത് എങ്ങനെയായിരിക്കണം എന്നതിനെപ്പറ്റി തീരുമാനം എടുക്കുന്നത്. അതുപോലെ തന്നെ മേൽനോട്ട ചുമതല, അത് ഓവറാൾ എല്ലാ കാര്യങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ, പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ വിവരങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് അതിനു മുമ്പിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററാണ് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പം പണവും സമ്പദ് വ്യവസ്ഥയും എന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ നിങ്ങൾ എന്തായാലും ഏത് എക്സാമിനായാലും പഠിച്ചിട്ട് പോയേ പറ്റൂ. സോ അതിനകത്ത് RBIയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് വളരെ പ്രസൻറ്റേഷനോടെ ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാനിത് പറഞ്ഞുതരാം. അത് നിങ്ങൾ എൻ്റെ സപ്പോർട്ട് നിങ്ങളെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാമേ. അപ്പോൾ കറൻസിയുടെ അധികാരം ആർക്കാണെന്ന് നമുക്കറിയണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കണം കറൻസിയുടെ അധികാരം. അതായത് നോക്കണം, ഇന്ത്യൻ ഗവൺമെൻറ് ധനകാര്യ മന്ത്രാലയം എന്താണ് ചെയ്യുന്നത്? 1 രൂപ നോട്ടുകളും എല്ലാ നാണയങ്ങളും അച്ചടിക്കുന്നത് ആര്? ശ്രദ്ധിച്ചിരിക്കണേ. ഏതാണ്? 1 രൂപ നോട്ടും, ഇവിടെ 1 രൂപ നോട്ടും പിന്നെ എല്ലാ നാണയങ്ങളും. ശ്രദ്ധിച്ചിരിക്കണേ, ആരാണ് ചെയ്യുന്നത്? ധനകാര്യ മന്ത്രാലയമാണ്. ഇവിടുന്ന് ഒരു ചോദ്യം വരാം, 1 രൂപ നോട്ടിൽ ഒപ്പിടുന്ന ആരാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. 1 രൂപ നോട്ടിൽ ഒപ്പിടുന്ന ആരാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ കാര്യം മനസ്സിലായോ? ഇനി റിസർവ് ബാങ്ക് അപ്പം എന്താണ് ചെയ്യുന്നത്? 1 രൂപ അല്ലടേ ബാക്കിയുള്ള നോട്ടുകളില്ലേ? 10 രൂപ, 20 രൂപ, 50 രൂപ, 100 രൂപ, 200 രൂപ, 500 രൂപ. 1 രൂപ ഒഴികെയുള്ള എല്ലാ നോട്ടുകളും. ഇവിടെ നാണയങ്ങളുണ്ടോ? ഇല്ല കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച് നമ്മളെ തെറ്റിച്ചതാ, ഡിഗ്രി പ്രിലിംസിന് തന്നെ. ഓക്കെ, നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ പറയും. ഓക്കെ, ഏതൊക്കെ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെയാണെന്ന് പറയും. സോ അത് മനസ്സിലാക്കി വെക്കുക.
അപ്പം കറൻസി രൂപകൽപ്പന ചെയ്യുന്നതിനും അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ, നിങ്ങൾക്കറിയാലോ കറൻസിയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഒരുപാട് സുരക്ഷാ സവിശേഷതകളുണ്ട്. അച്ചടിക്കുന്നത് എവിടെ, വിതരണം ചെയ്യുന്നതൊക്കെ ആരാണ് ചെയ്യുന്നത്? അത് RBI ആണ്. ഏത് ആക്ട് പ്രകാരം? നമ്മൾ പഠിച്ചായിരുന്നല്ലോ 1934 RBI ആക്ട് പ്രകാരം. സോ 1934 RBI ആക്ട് പ്രകാരം കറൻസി രൂപകൽപ്പന എന്തൊക്കെയാണ് ചെയ്യുന്നത്? കറൻസി രൂപകൽപ്പന, സുരക്ഷാ സവിശേഷതകൾ, അച്ചടി, ദെൻ അതുപോലെ തന്നെ വിതരണം തുടങ്ങിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് RBI എന്ത് വഴിയാണ്? 1934 RBI ആക്ട് പ്രകാരമാണ്. ശ്രദ്ധിച്ചിരിക്കണേ. 1 രൂപ നോട്ട് ആരാ? കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. എല്ലാ നാണയങ്ങളും ആരാ? കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളും ആരാണ്? RBI ആണ്. ക്ലിയർ ആണോ? ശ്രദ്ധിച്ചിരിക്കണേ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 1 രൂപ നോട്ട് മാത്രം കേന്ദ്ര ഗവൺമെന്റ് അച്ചടിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള ഹിസ്റ്ററിയാണ്. ഇത് വ്യക്തമായിട്ടും നമ്മുടെ പുതിയ SCERT കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ വളരെ റെപ്രസെൻറ്റേഷൻ, ഒരു പിക്ചറൈസ് രീതിയിൽ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ശ്രദ്ധിച്ചിരിക്കണേ. സോ 1935 മുമ്പ് 1835, ഓക്കെ, ഞാൻ 980 എന്നൊക്കെ പറയുന്നതൊക്കെ തിരിഞ്ഞു പോവും. ഓക്കെ, അതൊന്ന് നോക്കിക്കോണേ. 1835 കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ. 1835 മുമ്പ്. അപ്പം ഇന്ത്യയിൽ പലവിധ രൂപകളും നാണയങ്ങളും ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അത് ഒരു ഏകീകൃത സംവിധാനമില്ലായിരുന്നു. ഒരു സെൻട്രലൈസ് ആയിട്ടുള്ള ഒരു സംവിധാനം 1835 മുമ്പില്ലായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കെ, ഒരു മുഗൾ ഭരണത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ നമുക്കറിയാലോ, അന്ന് നാണയങ്ങളും രൂപകളും പല രീതിയിലുള്ള കാര്യങ്ങളുമായിരുന്നു. സോ അതിനൊന്നും കറക്റ്റായിട്ടുള്ള ഒരു മാതൃകയില്ലായിരുന്നു. സോ അതിനുശേഷം 1835 പേപ്പർ കറൻസി ആക്ട് ഓർത്തു വെച്ചേക്കാം. ഏത് വർഷമാണെന്ന് ഓർക്കാം. 1835 പേപ്പർ കറൻസി ആക്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കറൻസി അച്ചടിക്കാനുള്ള അനുമതി കൊടുത്തു. ഓക്കെ, അപ്പം ഏത് ആക്ട് പ്രകാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കറൻസി അച്ചടിക്കാൻ അനുമതി കൊടുത്തത്? 1835 പേപ്പർ കറൻസി ആക്ട്. സോ എന്താണ് അതിൻ്റെ ഉദ്ദേശം? ഓക്കെ, കുറച്ചുകൂടെ വ്യാപാരമൊക്കെ വാണിജ്യമൊക്കെ എന്തുവാണ് ഈസിയാക്കുക, സുഖമാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ ഒരു സംഭവം വന്നത്. അപ്പം ഇത്രയും നാൾ എന്തില്ലായിരുന്നു? ഒരു സെൻട്രലൈസ്ഡ് സംവിധാനം ഇല്ലായിരുന്നു. ഇപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കറൻസി അച്ചടിക്കാനുള്ള ഒരു അനുമതി കൊടുത്തു. മനസ്സിലാക്കണേ. ഇനി 1906 2011, 1906 1906 ഓക്കെ. അപ്പം ഈ കൊയിനേജ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. ഓക്കെ, എന്താണ്? കൊയിനേജ് ആക്ട് പ്രകാരം നിയന്ത്രണ അധികാരം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന് ലഭിച്ചു. ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ചോദ്യമാണ്. അപ്പോൾ എന്ത് ആക്ട് പ്രകാരമാണ്, അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന് 1 രൂപ നോട്ടുകൾ അച്ചടിക്കാനുള്ള അധികാരം കിട്ടിയത്? എന്താണ്? കൊയിനേജ് ആക്ട്. വർഷം ഓർത്തു വെക്കുക, 1906-11. മറന്നു പോകരുത്, 1906-11 കൊയിനേജ് ആക്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് അതിൻ്റെ ഒരു ചരിത്രം. കുറേ വർഷമായിട്ട് നമ്മൾ എന്തുവാണ് 1 രൂപ നോട്ട് ഒപ്പിടുന്നത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ. അതിൻ്റെ പിന്നിലുള്ള ചരിത്രങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അത് ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത അച്ചടിക്കണ്ടേ? ഓക്കെ, കറൻസി അച്ചടിക്കണ്ടേ? ആ സ്ഥലങ്ങൾ വേണ്ടേ? ഓക്കെ, ആ സ്ഥലങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ, ശ്രദ്ധിക്കണേ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ്. അത് എവിടേക്കാണ് കറൻസി അച്ചടിക്കുന്നത്? അത് നാസിക്കും ദേവാസ്. ഓക്കെ, നാസിക്കും ദേവാസും എവിടെ തന്നെയാണ്? മഹാരാഷ്ട്രയിൽ തന്നെയാണ്. അത് ആരുടെ കൺട്രോൾ ചെയ്യുന്നത്? ഇന്ത്യൻ ഗവൺമെൻറ്. ഇനി അടുത്ത എന്താണ്? ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, കുറേ സ്ഥാപനങ്ങൾ RBIയുടെ ഉണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഏത്? ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റ്. ഇതിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ്. സോ ഇവരുടെ നോട്ട് പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മൈസൂർ, കർണാടകം. ദെൻ അടുത്ത സാൽബോണി എവിടെയാണ്? പശ്ചിമ ബംഗാൾ. അപ്പോൾ ഈ 2 സ്ഥലങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ് ആണ്. മനസ്സിലായോ? ക്ലിയർ ആയോ?
ഓക്കെ, ഇനി നമുക്ക് അടുത്തയിലേക്ക് ഈ നാണയങ്ങളൊക്കെ നിർമ്മിക്കുന്ന മിൻറ്റുകളാണ് ഇനി അടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പം കറൻസിയുടെ കാര്യം കഴിഞ്ഞു. ദെൻ അടുത്ത നമ്മൾ നാണയത്തിൻ്റെക്ക് വരുവാണ്. അത് ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് നോക്കാം. ഒന്ന് നമുക്ക് താഴ്ന്നേ പഠിച്ചങ്ങ് വരാമേ. ഒന്നാമത്തത് ഹൈദരാബാദ്, ഓക്കെ, ദെൻ മുംബൈ, ദെൻ കൊൽക്കത്ത, നോയിഡയാണ് കേട്ടോ. നോയിഡ എവിടെയാ? യു പിയിലാണ് നോയിഡ. സോ നോയിഡയിലോട്ടാണ് പോയത്. ഓക്കെ, ഏതൊക്കെയാണ്? ഹൈദരാബാദ്, ദെൻ മുംബൈ, കൊൽക്കത്ത, നോയിഡ. എന്താ ചോദ്യം? നാണയ നിർമ്മാണത്തിൻ്റെ മിൻറ്റുകൾ കാണപ്പെടുന്നത് എത്ര എണ്ണം ഉണ്ടേ? 4 എണ്ണം ഉണ്ട്. പഠിച്ചു വെച്ചേക്കണേ. ഹൈദരാബാദ്, മുംബൈ, കൊൽക്കത്ത, നോയിഡ. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? നമ്മൾ ചുമ്മാ അങ്ങനെ നാണയം അടിച്ചെടുക്കാൻ പാടില്ല. അതിന് വേണ്ടി അല്ലെങ്കിൽ കറൻസി അടിക്കുവാണെങ്കിൽ ഒരു റിസർവ് എപ്പോഴും എന്ത് വെക്കണം? റിസർവ് ബാങ്കിൽ വെച്ചിരിക്കണം. അതായത് ഞാൻ പറഞ്ഞു തരാം, അതിനെയാണ് മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കറൻസി അച്ചടിക്കാനായിട്ട് RBI ഉപയോഗിക്കുന്ന രീതിയാണ് ഇത്. ഓക്കെ, അത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് നോട്ട് അച്ചടിക്കാൻ പറ്റും. നാണയപ്പെരുപ്പം ഉണ്ടാകാതിരുന്നാൽ മാത്രം മതി. അൺലിമിറ്റഡ് ആയിട്ട് നോട്ട് അച്ചടിക്കാം, നാണയപ്പെരുപ്പം ഒരിക്കലും ഉണ്ടാകരുത്. മനസ്സിലായോ? അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഒരു പുതിയതായിട്ടൊരു കറൻസി വിപണിയിലോട്ട് ഇറക്കണമെങ്കിൽ ചുമ്മാ ഇറക്കാൻ പറ്റത്തില്ല. അതിന് കുറച്ച് മിനിമം റിസർവ് ഉണ്ടായിരിക്കണം. അതെന്താണെന്ന് നാം പഠിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കണേ. എപ്പോഴും 200 കോടി രൂപയുടെ ബാക്കപ്പ് ഉണ്ടായിരിക്കണം. ചുമ്മാ അടിച്ചിറക്കാൻ പറ്റത്തില്ല. എപ്പോഴാണ് പണപ്പെരുപ്പം വരുന്നതെന്നോ അപ്പോൾ ഇൻഫ്ലേഷൻ വരുന്നതെന്നോ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം വരുന്ന സമയത്തോ എന്ത് ചെയ്യാൻ പറ്റും? അതൊരു ബാക്കപ്പ് വേണം. ആ ബാക്കപ്പ് എത്രയാണ്? 200 കോടി രൂപയുടെ ഒരു ബാക്കപ്പ് വേണം. അതിനകത്ത് 115 കോടി രൂപയുടെ സ്വർണവും 85 കോടി രൂപയുടെ വിദേശ നാണയ ശേഖരണവും ഉണ്ടായിരിക്കണം. പഠിച്ചു കേട്ടെ. അപ്പോൾ 200 കോടിയുടെ ഒരു ബാക്കപ്പ് ഉണ്ടാകണം. അതാണ് നമ്മുടെ മിനിമം റിസർവ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യൂ? RBI കറൻസി അച്ചടിക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനും ഏതൊക്കെയാണ്? 115 കോടി രൂപയുടെ സ്വർണവും 85 കോടിയുടെ വിദേശ നാണ്യ ശേഖരണവും. ഇനി എന്താണ് അടുത്ത കാര്യം പറയാം. ഓക്കെ, നമ്മുടെ മാനേജ്ഡ് ഫ്ലോട്ടാണ് വരുന്നത്. മാനേജ്ഡ് ഫ്ലോട്ടിൻ്റെ എന്താണ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മാനേജ്ഡ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിപണിയുടെ നിയന്ത്രണം ആരൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ആരൊക്കെയാണ് നിശ്ചയിക്കുന്നത്? ഒന്ന് വിപണിയും അതിനോടൊപ്പം തന്നെ ആരുമുണ്ട്? RBI ഇടപെടുന്നുണ്ട്. സോ അതൊന്ന് ഓർത്ത് വെക്കുക. വിപണിയും ഉണ്ട്. വിപണി മാത്രമല്ല, ആരൊക്കെയുണ്ട്? RBIയും കൂടെ തീരുമാനിക്കുന്നുണ്ട്. സോ അതിനനുസരിച്ച് രൂപയുടെ മൂല്യം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്തിനെ റെപ്രസെൻ്റ് ചെയ്ത്? ഡോളർ. അത് ഡോളർ അല്ലേ വാങ്ങിക്കുകയും ചെയ്യുന്നത്. സോ അതനുസരിച്ച് എന്ത് ചെയ്യുക? രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ റീവാല്യുവേഷൻ എന്നും കുറയ്ക്കുകയാണെങ്കിൽ ഡീവാല്യുവേഷൻ എന്നും പറയാറുണ്ട്. അതിനുള്ള അധികാരം ആർക്ക് തന്നെയാണ്? RBIക്കാണ് അധികാരം. മനസ്സിലാക്കണേ. അപ്പോൾ ഡോളർ വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴും വർദ്ധിച്ചു വരുന്ന അല്ലെങ്കിൽ രൂപയുടെ മൂല്യം വർദ്ധിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാനുള്ള അധികാരം ആർക്ക് തന്നെയാണ്? RBI ആണ്. അപ്പം വിദേശ നാണ്യ ശേഖരത്തിൻ്റെ കസ്റ്റോഡിയൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? RBI തന്നെയാണ്. ഓക്കെ, ദെൻ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? അപ്പം മാനേജ്ഡ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വിപണിയും അതിനോടൊപ്പം വിപണി തീരുമാനിക്കുന്നതോടൊപ്പം ആരും കൂടെ ഉണ്ടേ? അവിടെ RBIയും ഉണ്ട് എന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. സോ മിനിമം റിസർവ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കണം. ദെൻ അത് കഴിഞ്ഞിട്ട് മാനേജ്ഡ് ഫ്ലോട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ 2 കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, അതാണ് 2016 നടന്ന ഒരു ഡിമോണിറ്ററൈസേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി. നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു അല്ലേ? എല്ലാവരും ആ ഒരു കാലഘട്ടത്തിലൂടെ ഫേസ് ചെയ്ത് വന്നതാണ്. അപ്പോൾ എന്താണ് ഡിമോണിറ്ററൈസേഷൻ എന്ന് വ്യക്തമായിട്ട് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് പഠിച്ചു പോവാം. നമ്മുടെ പ്രചാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കറൻ്റ്ലി യൂസ് പ്രചാരത്തിലിരിക്കുന്ന കറൻസികൾ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം കണക്കിലെടുത്ത് RBI പിൻവലിക്കുന്ന പ്രക്രിയയാണ് ഡിമോണിറ്ററൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കറൻസി നമുക്കറിയാലോ. 2016 നവംബർ 8 ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ എന്താണ് 2016 നവംബർ 8 എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഗവൺമെൻറ് പറയുന്നു 500 രൂപയും 1000 രൂപയും ഇല്ല എന്ന് പറയുന്നു.
അല്ലേ? അപ്പം നമ്മൾ അതോട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കറൻസിയാണ്. പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് നിർദ്ദേശം എടുക്കുന്നു, RBI പിൻവലിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഡിമോണിറ്ററൈസേഷൻ എന്ന് പറയുന്നത്. സോ പിൻവലിച്ച തുകകൾ ഏതൊക്കെയായിരുന്നു? 500ഉം 1000ഉം ആയിരുന്നു. സോ പുതിയതായിട്ട് നോട്ടുകൾ അപ്പോൾ തന്നെ ഇഷ്യൂ ചെയ്തു. ഏതൊക്കെയാണ്? ഇനി മുതൽ 500, പുതിയ 500ഉം അതുപോലെ 2000 രൂപയുടെ. ഓക്കെ, അപ്പോൾ ഈ 2000 രൂപ ഇപ്പോൾ ഉണ്ടോ? ഇല്ല. അതും എന്ത് ചെയ്ത്, അതെടുത്ത് മാറ്റിയായിരുന്നു. സോ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുവാണെങ്കിൽ ഈ 2000 രൂപ എന്നാണ് റിസർവ് ബാങ്ക് നിർത്തലാക്കിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നേ. ആ ഒരു ഡേറ്റ് ഉണ്ട്, അതൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഓക്കെ, 500 രൂപ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇനി ഇതിൻ്റെ ലക്ഷ്യം? എന്താണ്? അഴിമതി, കള്ളപ്പണം, ഭീകരവാദം, വ്യാജ കറൻസി തടയൽ തുടങ്ങിയ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഡിമോണിറ്ററൈസേഷൻ പരിപാടി കൊണ്ടുവന്നത്. സോ ഇനി അതിൻ്റെ ഡേറ്റ് കൂടെ ഒന്ന് പഠിച്ചു നോക്കേ. പ്രഖ്യാപനം നടന്നത് 2016 നവംബർ 8-ന്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. 2016 നവംബർ 8-ന് പ്രഖ്യാപനം നടത്തിയെങ്കിൽ ഇനി അടുത്ത ബാങ്കുകളിൽ ഡിക്ലറേഷൻ ഇല്ലാതെ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി, അതായത് നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കാതെ തന്നെ നമുക്ക് സ്വയമേ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കാം. നമ്മുടെ കയ്യിൽ പഴയ പൈസ ഉണ്ടെങ്കിൽ അതെന്ത് ബാങ്കിൽ കൊണ്ടിടാൻ പറ്റുന്ന ഡേറ്റാണ് 2016 ഡിസംബർ 31. 2016 ഡിസംബർ 31. ദെൻ അതുപോലെ തന്നെ RBIയിൽ ഡിക്ലറേഷനോടെ എന്ത് ചെയ്യാൻ പറ്റും? നിക്ഷേപിക്കാനുള്ള ഡിക്ലറേഷനോട് കൂടി നമുക്ക് RBIയിൽ നിക്ഷേപിക്കാൻ പറ്റുന്നത് എന്താണ്? അത് 2017 മാർച്ച് 31. സോ ഓർത്തിരിക്കണേ, നമ്മൾ 3 ഡേറ്റുകളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് പ്രഖ്യാപനം നടത്തിയ ഡേറ്റ്, 2 നമുക്ക് ഡിക്ലറേഷൻ ഇല്ലാതെ ബാങ്കുകളിൽ നിക്ഷേപിക്കാനുള്ള ഡേറ്റ് 2016 ഡിസംബർ 31. ഇനി RBIയിൽ ഡിക്ലറേഷനോടെ നിക്ഷേപിക്കാനുള്ള അവസാനത്തെ തീയതി 2017 മാർച്ച് 31. ഇത് ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്തത് പഠിച്ചാലോ? ശരി, നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തു വെച്ചേ. RBI നിലവിൽ വന്ന വർഷം 1935 ഏപ്രിൽ 1 RBI ആക്ട് പ്രകാരം. ഏത് കമ്മീഷനാ? ഹിൽട്ടൺ ഇന്ന് കമ്മീഷനാ എന്ന കാര്യം കൂടെ ഓർത്തു വെച്ചേക്കണം. ഇനി ആദ്യത്തെ തലസ്ഥാനം എവിടെയായിരുന്നു? ആദ്യം കൊൽക്കത്തയായിരുന്നു 35-ൽ, പിന്നെ 37-ൽ മുംബൈയിലോട്ട് മാറി. ദേശസാൽക്കരിച്ച വർഷം എന്നാണ്? 1949. ഷെയർ ഹോൾഡേഴ്സ് ബാങ്കിൽ നിന്ന് പിന്നീട് കേന്ദ്ര ബാങ്കിലോട്ട് മാറിയതാണ്. സോ പിന്നീട് 1 രൂപ നോട്ട് ആരാണ് അച്ചടിക്കുന്നത്? അത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. എന്താണ്? അപ്പം അതുപോലെ തന്നെ നാണയങ്ങളും ആരാണ്? 1 രൂപ നോട്ട് നാണയങ്ങളും ആര് തന്നെയാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. ഇനി എന്താണ്? ഇതിന് നാണയങ്ങൾ അച്ചടിക്കാൻ വേണ്ടി മിൻറ്റുകളുണ്ടല്ലോ. ഏതൊക്കെ മിൻറ്റുകളാണ്? 4 മിൻറ്റുകളുണ്ട്. ഏതൊക്കെയായിരുന്നു മിൻറ്റുകൾ? ഒന്ന് എവിടെയായിരുന്നു? മുംബൈയിലുണ്ട്, ഹൈദരാബാദുണ്ട്, കൊൽക്കത്തയിലുണ്ട്, അതുപോലെ നോയിഡ, തിരിഞ്ഞോയിൽ നോയിഡ. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ മുദ്ര ലിമിറ്റഡ്, നോട്ട് മുദ്ര ലിമിറ്റഡിൻ്റെ അവരുടെ RBIയുടെ കൺട്രോളിലുള്ളതാണ്. നോട്ട് പ്രിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി 2 സ്ഥലങ്ങളാണ്. അത് എവിടേക്കായിരുന്നു? ഒന്ന് എവിടെയായിരുന്നു? ഓർത്തു വെച്ചേ. എവിടെയായിരുന്നു? നമ്മൾ പറഞ്ഞു പോയോ? എവിടെയായിരുന്നു? സാൽബോണി കേട്ടായിരുന്നു? സാൽബോണി, മൈസൂരും സാൽബോണി ഓർത്തു വെച്ചേക്കണേ. മൈസൂർ സാൽബോണി എവിടെയാ? പശ്ചിമ ബംഗാളിലാണ്. ഓർത്തു വെച്ചേക്കണം. സോ ആ കാര്യം മനസ്സിലായല്ലോ. സോ നമുക്കിനി അടുത്ത കാര്യത്തിലേക്ക് വരാം. ഡിമോണിറ്ററൈസേഷൻ്റെ ഡേറ്റ് നമ്മൾ പഠിച്ചു. ദെൻ പിൻവലിച്ച തുകകൾ എന്താണെന്ന് പഠിച്ചു. പുതിയ നോട്ടുകൾ വന്നു. അത് ഇപ്പോൾ എന്തില്ല? 2000 ഇല്ല എന്ന കാര്യത്തോട് ഓർക്കുക. ഇനി RBIയുടെ റോൾ എന്താണ്? ഓക്കെ, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നതും. സോ തുടർന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. സോ എന്താണ് ഈ ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ആരാണ് ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്? RBI ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? അതാണെന്ന് പറയുന്നത്. ഗവൺമെൻറ് ബാങ്കുകളുടെ പൂർണ്ണമായിട്ടും ചുമതല അല്ലെങ്കിൽ അക്കൗണ്ടുകൾ പൂർണ്ണമായിട്ടും സൂക്ഷിക്കുന്നത് എവിടെയാണ്? RBIയിലാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടുകളുടെ പൂർണ്ണ ചുമതല ആരാണ്? RBI ആണ്. ഇനി അടുത്ത എന്താണ്? ധനകാര്യ മാനേജ്മെൻറ്റ് നടപ്പിലാക്കുന്നു. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ധനകാര്യ മാനേജ്മെൻറ്റ് നടപ്പിലാക്കുന്നതും ആര് തന്നെയാണ്? നമ്മുടെ റിസർവ് ബാങ്ക് ആണ്. ഇനി റിസർവ് ബാങ്ക് എന്ത് ചെയ്യുക? ബാങ്കിങ് സേവനങ്ങൾ കൊടുക്കുന്നു. നമ്മൾ UPI എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ടല്ലോ. സോ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നു. ഓക്കെ, അതുപോലെ എന്താണ്? നയപരമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു. ആർക്ക് കൊടുക്കുന്നു? കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുക്കുന്നു. അല്ലെ, ഗവൺമെൻറ്റിൻ്റെ പണനയം, അതുപോലെ തന്നെ ധനനയം എങ്ങനെയൊക്കെ ആയിരിക്കണം അതിനു വേണ്ടിയുള്ള ഉപദേശം കൊടുക്കുന്നു, റെക്കമെൻഡേഷൻ കൊടുക്കുന്നു.
സോ മനസ്സിലാക്കി വെക്കണേ. ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്ന് പറയാനുള്ള കാരണം അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നു, പഠിച്ച അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നു. 2, ധനകാര്യ മാനേജ്മെൻറ്റ് നടപ്പിലാക്കുന്നു, ബാങ്കിങ് സേവനങ്ങൾ കൊടുക്കുന്നു. 3, 4 എന്താണ്, നയപരമായിട്ടുള്ള ഉപദേശം കൊടുക്കുന്നു, പണനയവും അതുപോലെ തന്നെ ധനനയവുമായിട്ട് ബന്ധപ്പെട്ടത്. സെറ്റാണേ. നമുക്ക് അടുത്തതിലോട്ട് പോയാലോ? സോ ശ്രദ്ധിച്ചിരിക്കണേ. ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം പഠിച്ചു ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്ന്. സോ ഇനി എന്തുകൊണ്ടാണ് ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയാൻ കാരണം? അതായത് ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടങ്ങളിൽ എന്ത് ചെയ്യുക, ബാങ്കുകൾക്ക് വായ്പ കൊടുക്കുന്നു. ഓക്കെ, ഏതെങ്കിലും ഒരു ബാഡായിട്ടുള്ള സിറ്റുവേഷൻ വരുവാണെങ്കിൽ ബാങ്കുകൾ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, വായ്പ കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യും, ബാങ്കുകളുടെ കരുതൽ ധനശേഖരണം സൂക്ഷിക്കുന്നു. അതായത് ബാങ്കുകളിൽ വരുന്ന എമൗണ്ട് എവിടെ കൊടുക്കുന്നതോടെ RBIയിൽ കൊടുക്കാറുണ്ട്, RBIയിൽ വെച്ചേക്കും അല്ലേ, അവിടെ സേഫാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യും, ബാങ്കുകളുടെ കരുതൽ ധനശേഖരണം ആർക്കാണ് കൊടുക്കുന്നത്? RBIയിലാണ്. ദെൻ ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കാൻ സഹായിക്കുന്നു. ഏതെങ്കിലും ബാങ്കുകൾ തമ്മിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടപാടുകൾ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ സഹായിക്കുന്നതും ആര് തന്നെയാണ്? RBI തന്നെയാണ്. അപ്പം ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾ തീർക്കാൻ സഹായിക്കുന്നതും RBI തന്നെയാണ്. ഓർത്തു വെച്ചേക്കണേ. ദെൻ അതുകൊണ്ടാണ് നമ്മൾ എന്തു പറയുന്നത്, ദ ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട് അല്ലേ എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? RBI ആണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. സോ അത് കഴിഞ്ഞെങ്കിൽ നമുക്ക് മറ്റൊരു ഭാഗത്തിലേക്ക് വരാം. ഓക്കെ, എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ ആദ്യം ഞാൻ ഇതെന്താണെന്ന് പറഞ്ഞുതരാം, അതിനുശേഷം എന്ത് ചെയ്യും, അതിൻ്റെ പിക്ചർ അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം, 2 കാര്യങ്ങളും പറഞ്ഞുതരാം. സോ ഓർത്ത് വെക്കുക. എന്നാൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് പണത്തിൻ്റെ അളവും വായ്പാ നിയന്ത്രണവും ചെയ്യുന്നത് ആര് തന്നെയാണ്? RBI തന്നെയാണ്. സോ പണത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നു, എന്നാൽ ആനുപാതികമായ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഉൽപ്പാദനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്താൽ സമ്പത്ത് വ്യവസ്ഥയിൽ കുറച്ച് സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പണവും, അതായത് പണം എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഓക്കെ, അതിന് ഈക്വൽ ആയിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിക്കുന്നില്ല, അതേപടി തന്നെ പോകുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നത്, സാധനങ്ങളും സേവനങ്ങളും, സമ്പത്ത് വ്യവസ്ഥയിൽ കുറച്ച് സാധനങ്ങളും സേവനങ്ങളുമാണ്, കൂടുതൽ പണവും വരും. പണം കൂടുതൽ മാർക്കറ്റിലോട്ട് ഇറങ്ങി, പക്ഷേ സാധനങ്ങൾ അതിനൊട്ട് നിർമ്മിക്കുന്നില്ല. മനസ്സിലായോ? സോ ഇങ്ങനെ ഒരു പ്രശ്നം വരുവാണെങ്കിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിക്കും. ഓക്കെ, വില അങ്ങ് കൂടും. മനസ്സിലായോ? സോ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതു നിലവാരം വർദ്ധിക്കുന്നത് പണപ്പെരുപ്പത്തിന് കാരണമാകുന്നു. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാമേ. ഒരു 10 ചാക്ക് അരിയുണ്ട്, 10 ചാക്ക് അരി. ഓക്കെ, വാങ്ങിക്കാനായിട്ട് 1000 രൂപയുണ്ട് വിചാരിക്കുക. 10 ചാക്ക് അരി വാങ്ങിക്കാനായിട്ട് ജനങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 1000 രൂപ. അപ്പോൾ ഒരു ചാക്കിന് എത്ര രൂപയാവും? 1000 ഡിവൈഡ് ബൈ 10 എത്ര കിട്ടും? ഏകദേശം 100 രൂപയാണ് ഒരു ചാക്കിൻ്റെ വില. സോ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്? പൈസ ഉണ്ട്, ആവശ്യത്തിന് പൈസയുണ്ട്. സോ ഈ പൈസ അങ്ങ് കൂടിയെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ കേസിൽ പൈസ കൂടി, പൈസ 2000 രൂപയുണ്ട്. പക്ഷേ ഈ സാധനം അങ്ങ് കുറഞ്ഞു. ഓക്കെ, 10 ചാക്കിന് പകരം ഇപ്പോൾ 5 ചാക്കേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരു ചാക്കിൻ്റെ വില എത്ര ആവൂടെ? ഒന്ന് പറയടേ, എത്രയാകും? 400 രൂപയാവും. മനസ്സിലായോ? സോ ഇവിടെ എന്ത് ചെയ്ത്, സാധനത്തിൻ്റെ വില എന്ത് ചെയ്ത്, കുത്തനെ അങ്ങ് കൂടി. മനസ്സിലായ? ഇതേ സിറ്റുവേഷനിലൂടെയാണ് നമ്മളിപ്പോൾ ഗ്യാസിൻ്റെ വില കൂടുന്നത്. സാധനം എന്ത് ചെയ്ത്, വാങ്ങിക്കാൻ ജനങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്, എല്ലാവരും റെഡിയാണ്. ഓക്കെ, ഗ്യാസ് പക്ഷേ കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഗ്യാസിൻ്റെ വില കൂടും. മനസ്സിലായോ? ഇനി ഇത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതു നിലവാരം വർദ്ധിക്കുന്നു. ഇതിനെയാണ് പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അപ്പം പണപ്പെരുപ്പം കണക്കിലാക്കുന്നത് എങ്ങനെയാണെന്നൂടെ പറഞ്ഞുതരാം. ഇന്ത്യയിൽ പണപ്പെരുപ്പം കണക്കിലാക്കുന്നത് ഉപഭോക്താക്കളുടെ വില സൂചിക, അതെന്താണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ചാണ്. പഠിക്കണേ എന്താ പറഞ്ഞേ? അപ്പോൾ ഇന്ത്യയിലെ പണപ്പെരുപ്പം കണക്കിലാക്കുന്നത് ഉപഭോക്തൃ വില സൂചികയാണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസാണ് തയ്യാറാക്കുന്നത്. അതായത് അപ്പോൾ ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ഉണ്ടല്ലോ, അവന്മാരാണ് എന്ത് ചെയ്യുന്നത്? ഇവന്മാരാണ് പണപ്പെരുപ്പം കണ്ടുപിടിക്കുന്നത്. സോ മനസ്സിലാക്കണേ, ആരാണ്? നാഷണൽ, അത് NSO എന്ന് പറയും. NSO
സോ NSO ആണ് പണപ്പെരുപ്പം കണ്ടുപിടിക്കുന്നത്. പക്ഷെ അവിടെ യൂസ് ചെയ്യുന്ന എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന വില സൂചിക ഏതാണ്? എന്തെങ്കിലും ഒരു മാതൃക വേണ്ടേ? ആ ഇൻഡെക്സ് അതാണ്, ആ മാതൃകയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ കാണിക്കുക. നമ്മൾ ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ പിക്ചറൈസ് ചെയ്തൊന്ന് കാണിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കാൻ. എടാ, പണം കൂടുന്നു, ഉൽപാദനം കൂടുന്നുണ്ടോ? ഇല്ല, അതേപടി തന്നെ നിൽക്കുന്നു. അപ്പം എന്ത് ചെയ്യും? സാധന ഐറ്റം എന്ത് ചെയ്യും? ഐറ്റം കുറയും. അതായത് മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞേ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതുവില നിലവാരം വർദ്ധിക്കുന്നതിനെ എന്ത് പറയാം? പണപ്പെരുപ്പം എന്ന് പറയാം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പൊതു നിലവാരം വർദ്ധിക്കുന്നതിനെ പണപ്പെരുപ്പം എന്ന് പറയാം. സോ ഇവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യം. അതായത് ഇതാണ് മന്ത്രാലയം എന്ന് പറയുന്നത്. സോ ഈ മന്ത്രാലയത്തിൻ്റെ പേരെന്താണ്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. ഈ മന്ത്രാലയത്തിൻ്റെ അണ്ടറിലാണ് ഏത് ഓഫീസ് വർക്ക് ചെയ്യുന്നത്? NSO എന്ന് പറയുന്ന ഓഫീസ് വർക്ക് ചെയ്യുന്നത്. സോ NSO എന്ത് മാതൃകയിലാണ് പണപ്പെരുപ്പം കാണുന്നത്? അതാണ് CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉപയോഗിച്ചാണ് കണക്കാക്കുന്നത്. ഇന്ത്യയിൽ പണപ്പെരുപ്പം അളക്കാനായിട്ട് NSO തയ്യാറാക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? CPI കേട്ടോ, പാർട്ടിയല്ല. CPI എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നാണ്. പഠിച്ചു വെച്ചേക്കണേ. സോ അത് ക്ലിയർ ആയി മനസ്സിലാക്കി. നമുക്ക് അടുത്തതിലേക്ക് വരാം. എന്താണ് ഫിസിക്കൽ പോളിസിയും അതുപോലെ മോണിറ്ററി പോളിസിയും? അതായത് പണനയോ അതുപോലെ ധനനയോ എന്ന് പറയാം. ധനനയമാണ് ഫിസിക്കൽ പോളിസി. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ പണനയം. മനസ്സിലാക്കണേ. ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അപ്പം എന്താണ് ധനനയം എന്ന് പറഞ്ഞാൽ എന്താണ്? ധനനയം അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ധനകാര്യ മന്ത്രാലയമാണ് നിയന്ത്രിക്കുന്നത്. അപ്പം കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ ധനകാര്യ മന്ത്രാലയമാണ് നിയന്ത്രിക്കുന്നത്. അത് എന്താണ്? സർക്കാരിൻ്റെ വരവും ചിലവുമാണ്. എന്താണ് വരുന്നത്? വരവും ചിലവുമാണ്. അതുപോലെ ഇതിൻ്റെ ബഡ്ജറ്റിൻ്റെ ഭാഗം കൂടിയാണ്. അത് എന്തിനു വേണ്ടിയാണ്? ജനക്ഷേമം, സാമ്പത്തിക വികസനം തുടങ്ങിയ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സോ ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണേ. ഒരു പ്രാവശ്യമോടെ പറഞ്ഞേ. ഫിസിക്കൽ പോളിസി തയ്യാറാക്കുന്ന ആരാ? കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ ധനകാര്യ മന്ത്രാലയം. എന്താണ് ഉദ്ദേശം? സർക്കാരിൻ്റെ വരവും ചിലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക. സോ അതിന് വേണ്ടി എങ്ങനെയാണ്? അത് ബഡ്ജറ്റിൻ്റെയും കൂടെ ഭാഗമാണ്. ബഡ്ജറ്റിനകത്ത് നമുക്കറിയാം വരവ് എത്ര, ചിലവ് എത്രയാണെന്ന് പറഞ്ഞ കാര്യം. സോ അതുകൊണ്ട് നിങ്ങൾ ബഡ്ജറ്റ് കാണുക. ബഡ്ജറ്റിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാതെ മറന്നു പോകല്. സോ അതുപോലെ തന്നെ എന്തിനാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്താണ്? ജനക്ഷേമം അതുപോലെ സാമ്പത്തിക വികസനം. സോ മോണിറ്ററി പോളിസിയിലേക്ക് വരാം. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. സോ റിസർവ് ബാങ്ക് എന്തിനു വേണ്ടിയാണ്? ഫ്ലോ കൺട്രോൾ ചെയ്യുക. പണത്തിൻ്റെ ഫ്ലോ, മാർക്കറ്റിലേക്കുള്ള പണത്തിൻ്റെ ഫ്ലോ, ലിക്വിഡിറ്റി അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഒക്കെ നിയന്ത്രിക്കുക. അപ്പം നാണയപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ പിടിച്ചു നിർത്തുക. സോ ഇതാണ് മെയിനായിട്ട് മോണിറ്ററി പോളിസിക്കകത്ത് വരുന്നത്. സോ ഇത് ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. സോ എങ്ങനെയാണ്, അതായത് ഒരു പണപ്പെരുപ്പം വരുമ്പോൾ എങ്ങനെയാണ് പ്രതിസന്ധികൾ എന്തൊക്കെയാണ് എന്ന കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതൊന്നും കണ്ട് പേടിക്കരുത്, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. പണപ്പെരുപ്പം കൂടി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? പണപ്പെരുപ്പം കൂടിയാണെങ്കിൽ കുറഞ്ഞ അളവിൽ സാധനങ്ങൾ വാങ്ങാൻ കഴിയൂ. സാധനങ്ങൾ കിട്ടുവോടെ? സാധനങ്ങൾ കിട്ടത്തില്ല. അപ്പം നമ്മൾ വാങ്ങിക്കാൻ പോവുകയോടെ സാധനത്തിന് വില കൂടി എന്ന് ആലോചിച്ചൊക്കെ. ഗ്യാസിൻ്റെ വില കൂടി. ഇപ്പം ഗ്യാസിന് 2000 രൂപയാണെങ്കിൽ അല്ലെങ്കിൽ 3000 രൂപ 4000 രൂപയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും അടുപ്പിലേക്ക് പോകും, വിറകടുപ്പിലേക്ക് പോകും, സാധനങ്ങൾ വാങ്ങിക്കത്തില്ല. സോ അത് മനസ്സിലായോ? പണപ്പെരുപ്പം കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്? സാധനങ്ങളിൽ അല്ലെങ്കിൽ പണത്തിൻ്റെ ക്രിയാശേഷി കുറയും. സോ ഇനി രണ്ടാമത്തെ എന്താണ് വരുന്നത്? അടുത്ത് വരുന്നത് സാമ്പത്തികത്തെ പ്രതികൂലമായിട്ട് ബാധിക്കും. സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായിട്ട് ബാധിക്കും. ആരും എന്ത് ചെയ്യത്തില്ല? നിക്ഷേപങ്ങളും വികസന പ്രവർത്തനമൊക്കെ എന്ത് ചെയ്യാം? മന്ദഗതിയിലായിരിക്കും പോകുന്നത്. അതായത് നിക്ഷേപവും വികസനവും ഒക്കെ മന്ദഗതിയിലായിരിക്കും പോകുന്നത്. ഉൽപ്പാദനം എന്ത് ചെയ്യും? കുറയും. ആരും വാങ്ങിക്കാനില്ലെങ്കിൽ എന്തായാലും ബിസിനസ് പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യും? കുറയും. സോ നമ്മൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. പണപ്പെരുപ്പം കൊണ്ട് പ്രതികൂലമുണ്ട്, അനുകൂലമുണ്ട്. എന്താണ് ലിക്വിഡിറ്റി കൊണ്ട് അല്ലെങ്കിൽ പ്രതികൂലമാവുന്ന അവസ്ഥ എന്താണ്? അതായത് ലിക്വിഡിറ്റി കൂടുകയാണെങ്കിൽ അമിതമായിട്ടുള്ള പണമായിരിക്കും മാർക്കറ്റിലോട്ട് വരുന്നത്. സോ അമിതമായിട്ടുള്ള ഡിമാൻഡ് വരും, സാധനങ്ങൾക്ക് അമിതമായിട്ടുള്ള ഡിമാൻഡ് വരും, നാണയപ്പെരുപ്പം ഉണ്ടാകും.
ആയിരിക്കും. സോ ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കണേ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിഞ്ഞാൽ മതി, ഞാൻ അത് മാക്സിമം ക്ലിയർ ചെയ്ത് തരാം. അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, അവിടെ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. സോ നമുക്ക് അടുത്ത മോണിറ്ററി പോളിസിയിലേക്ക് വരാം. അവിടെ മോണിറ്ററി പോളിസിക്ക് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റി അനുസരിച്ചാണ് മോണിറ്ററി പോളിസിയുള്ള റേറ്റുകൾ എത്രയാണ് എന്താണ് എന്ന കാര്യങ്ങൾ പറയാൻ പറ്റും. സോ ആ കാര്യം മനസ്സിലാക്കി വെച്ചേക്കണേ. സോ ഇത്രയും 6 അംഗങ്ങളാണ് ഈ ഒരു മോണിറ്ററി പോളിസി. ഇത് PYQ ആണ്, PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. PYQ ആണ്. 6 അംഗങ്ങളാണ് ഇതിനകത്തുള്ളത്. സോ അതിനകത്ത് RBI റെപ്രസെൻ്റ് ചെയ്ത് 3 പേര് ഉണ്ടായിരിക്കും. അതിനകത്ത് ചെയർമാൻ ഉൾപ്പെടെ ആരാണ് വരുന്നത്? റിസർവ് ബാങ്ക് ഗവർണറാണ് വരുന്നത്. ഓർത്ത് വെച്ചേക്കണേ. സോ നമുക്കത് പഠിച്ചു വെക്കാം. മോണിറ്ററി പോളിസി എന്ന് പറയുന്നതിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക് എത്ര പേരുണ്ട്? 6 പേരാണ് ഉള്ളത്. സോ 6 പേര്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടായിരിക്കും പോകുന്നത് കേട്ടോ. സോ നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞു. ഇവരാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം തീരുമാനിക്കുന്നത്. ഓക്കെ, ഓരോ മാസവും അനുസരിച്ച് ഓരോ റേറ്റുകൾ വരാറുണ്ട്. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി ലക്ഷ്യം എന്താണ്? അവിടെ നമ്മുടെ ഇൻഫ്ലേഷൻ എത്രയിലോട്ട് കൊണ്ടുവരാൻ പറ്റുക? ഒരു മീഡിയം റേഞ്ചിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? സോ നമ്മളൊരു കാര്യം അനുസരിക്കുക. ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾക്ക് ഈ ഒരു റേഞ്ചിനകത്തിരിക്കണം. 2നും 6നും ഇടയ്ക്ക് കിട്ടണം. ഓക്കെ, ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 4-നകത്ത് പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, 4-നകത്ത് പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതായത് ബിറ്റ്വീൻ റേഞ്ച് എടുത്താൽ മതി, അതായത് ആവറേജ് എടുത്താൽ മതി. ഓക്കെ, അതായത് 2+6 ÷ 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര കിട്ടും? 4 കിട്ടത്തില്ലേ? സോ ഈ 4 ആണ് നമ്മുടെ ടാർജറ്റ്. സോ ഈ ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ, 6 കൂടുകയാണെങ്കിൽ അത് നമ്മൾക്ക് വില ഒരുപാട് കയറും. സോ ഇനി ഈ 2ന് താഴോട്ട് പോവുകയാണെങ്കിൽ വില കുറയും. പക്ഷേ എന്ത് ചെയ്യും? സാമ്പത്തിക മാന്ദ്യം വരും ചാൻസ് ഉണ്ട്. സോ മരവിപ്പാണ് വരുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു റേഞ്ച് 2ൻ്റെയും 6ൻ്റെയും ഇടയിലായിരിക്കണം നമ്മുടെ അത്. അപ്പോൾ കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ 2ഉം, കൂടിയത് എത്രയാണ്? 6. കൂടുതലിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വില കയറ്റുവാണ്. ദെൻ അടുത്ത 2ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ സാമ്പത്തിക മാന്ദ്യമായിരിക്കും വരുന്നത്. മനസ്സിലാക്കണേ. സോ ഇതിവിടെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. 0 എന്ന് പറയുന്ന നമുക്ക് ലക്ഷ്യമിടുന്നത് 0-ലോട്ട് കൊണ്ടുവരാനല്ല, കുറച്ച് ഇൻഫ്ലേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ചെറിയൊരു വിലക്കയറ്റം ഉണ്ടായിരിക്കണം. ഇത് കാര്യം ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. സോ ഈ കാര്യം മനസ്സിലായോ? ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഈ പണപ്പെരുപ്പം തന്നെയാണ്. സോ അപ്പോൾ ഇങ്ങനെ പണപ്പെരുപ്പം വരുവാണെങ്കിൽ RBI 2 രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് ഇഞ്ചക്ഷൻ നടക്കാറുണ്ട്, 2 അബ്സോർപ്ഷൻ നടക്കാറുണ്ട്. അവിടെ നമ്മളൊരു അബ്സോർവ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? വലിച്ചെടുക്കുക എന്നല്ലേ? വലിച്ചെടുക്കുക. ഓക്കെ, ഇഞ്ചക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അടിച്ച് കയറ്റി വെക്കുക അല്ലേ? അങ്ങോട്ട് നമ്മൾ സൂചി എടുത്തിട്ട് ഇഞ്ചക്റ്റ് ചെയ്യുക. സോ ഈ 2 കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഇൻഫ്ലേഷൻ 2ൽ താഴോട്ട് പോകുന്ന സമയത്ത് സാമ്പത്തിക മാന്ദ്യമാണ്. സാമ്പത്തിക മാന്ദ്യം എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലും പൈസ ഇല്ലാത്തൊരവസ്ഥ. സോ ആരുടെ കയ്യിലും പൈസ ഇല്ലാത്തൊരവസ്ഥ വരുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് RBI പൈസ കൊടുക്കും. സോ ഇതിനെയാണ് പറയുന്നത് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? പണലഭ്യത കൂടി. ഓക്കെ, പണലഭ്യത എന്ത് ചെയ്യും? കൂടി വളർച്ച ത്വരിതപ്പെടും. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6% മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള പൈസ ഉണ്ട്, പണപ്പെരുപ്പമാണ്. പണപ്പെരുപ്പം ഉണ്ടായാൽ ജനങ്ങളുടെ കയ്യിൽ പണമുണ്ട്, ഒരുപാട് പൈസ കയ്യിലുണ്ട്. ഓക്കെ, അങ്ങനെ വരുവാണെങ്കിൽ RBI പിടിക്കും. അതിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 2 ടേം എന്താണെന്ന് മനസ്സിലായി. ഈ ഒരു സിസ്റ്റം അനുസരിച്ചാണ് മോണിറ്ററി പോളിസി പോകുന്നത്. സോ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് വരാം. ഈ RBI കയ്യിൽ ഉള്ള ഒരു റിസർവിനെ പറ്റിയാണ്. ഏതൊക്കെ പൈസകളാണ് RBIയിലോട്ട് വരുന്നത്? ഓക്കെ, അതെന്തൊക്കെയാണെന്ന് പറയുന്നത്. ഇത് പറയുന്നത് ബാങ്കുകളുടെ റിയൽ ആയിട്ടുള്ള റിസർവ് എത്രയാണ്. ഓക്കെ, ഒരു ബാങ്കിൻ്റെ ആസ്തി എന്ന് പറയത്തില്ലേ? സോ ആസ്തി. ഓക്കെ, അതെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് നമ്മുടെ ഡിമാൻഡ് ഡിപ്പോസിറ്റ്, അതായത് ഏതു സമയത്തും പിൻവലിക്കാൻ പറ്റുന്ന ഡിപ്പോസിറ്റുകൾ ഉണ്ടല്ലോ, കറണ്ട് അക്കൗണ്ട്, സേവിങ് അക്കൗണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. ടൈം ഡിപ്പോസിറ്റ്, അതായത് നിശ്ചിത കാലത്തേക്ക് എന്ത് ചെയ്ത് നമ്മൾ കൊണ്ടിടത്തില്ലേ, ഫിക്സ്ഡ് ഡിപ്പോസിറ്റ്. ഈ 2 കാര്യങ്ങൾ എങ്ങോട്ടാണ് വരുന്നത്? ബാങ്കിലോട്ടല്ലേ വരുന്നത്. ആ തുകകളുടെ മൊത്തം നിക്ഷേപവും ബാധ്യതയും ആരാണ്? RBI, നമ്മുടെ ബാങ്കുകളാണ്. സോ ഇങ്ങനെ എത്തുന്ന ആകെ തുകയാണ് നമ്മൾ പറയുന്നത് എന്താണ്? റിസർവ് മണി എന്ന് പറയാം. മനസ്സിലായോ? സോ കാര്യം മനസ്സിലാക്കി വെക്കണേ. ഈ മണിയിൽ നിന്ന് കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എന്ത് ചെയ്യാം?
അത് ബാങ്കുകളിൽ സൂക്ഷിക്കാറുണ്ട്, കുറച്ച് നമ്മൾ എന്ത് ചെയ്യും RBIയിൽ സൂക്ഷിക്കാറുണ്ട്. സോ ഈ രണ്ട് കാര്യങ്ങൾ നിശ്ചിത കാലം പിൻവലിക്കാവുന്നത്. ഇത് ടോട്ടൽ കൂട്ടി ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്ത് ഒരു ബാങ്കിൻ്റെ ടോട്ടലായിട്ടുള്ള ആസ്തി കിട്ടുന്നത്. സോ മനസ്സിലായോ? സോ ഇനി ഈ ആസ്തിയെ തന്നെ നമ്മുടെ പുതിയ ടെക്സ്റ്റിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. റിസർവ് ബാങ്ക് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിലെ ആകെ പണത്തിനെ അളക്കാൻ ഉപയോഗിക്കുന്നത് കുറച്ച് രൂപങ്ങളാണ്. അത് M1, M2, M3, M4. പുതിയ SCRTയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എന്താണ് M1 എന്ന് പറഞ്ഞാൽ? M1 എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങളും കറൻസികളും. ദെൻ വാണിജ്യ ബാങ്കുകളിലെ സമ്പത്ത് നിക്ഷേപവും. അപ്പോൾ രണ്ടും കൂടെ ആണ് വരുന്നത്. അതായത് നിങ്ങളുടെ കയ്യിലും എൻ്റെ കയ്യിലുമുള്ള നാണയങ്ങളും കറൻസിയും ഒന്ന്. പിന്നെ വാണിജ്യ ബാങ്കുകളിലെ SBI അതുപോലെ തന്നെ നിരവധി വാണിജ്യ ബാങ്കുകളുണ്ട്. സോ ആ വാണിജ്യ ബാങ്കുകളുടെ കയ്യിലിരിക്കുന്ന നിക്ഷേപവും. ഇതിനെയാണ് എന്ത് പറയുന്നത്? M1 എന്ന് പറയുന്നത്. M2 എന്നാണ് എന്താണ്? ഈ M1ൻ്റെ കൂടെ എന്തുകൂടെ കൂട്ടണോടാ? പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിലെ നിക്ഷേപത്തോടെ കൂട്ടണം. അപ്പോൾ നോക്കണം, M1ൻ്റെ കൂടെ എന്തൊക്കെയാണ് കൂട്ടേണ്ടത്? പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക്. ദെൻ M3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ M1ൻ്റെ കൂടെ എന്താണ് കൂട്ടേണ്ടത്? വാണിജ്യ ബാങ്കിലെ അറ്റ സ്ഥിര നിക്ഷേപം. മനസ്സിലാക്കണേ, അറ്റ സ്ഥിര നിക്ഷേപം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ത്തില്ലേ, അതിനെയാണ് പറയുന്നത് അറ്റ സ്ഥിര നിക്ഷേപം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കണേ. M1 എന്ന് പറഞ്ഞാൽ എന്താടാ? M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങളും കറൻസികളും വാണിജ്യ ബാങ്കിലെ സമ്പത്ത് നിക്ഷേപവുമാണ് വരുന്നത്. സോ അതാണ് M1 എന്ന് പറയുന്നത്. ആയോ? M2 എന്ന് പറഞ്ഞാൽ എന്താണ്? M2 എന്ന് പറഞ്ഞാൽ M1 പോസ്റ്റ് ഓഫീസ് കൂടെ കൂട്ടുമ്പോഴാണ് M2. സോ ഇനി M3 എന്താണ്? M3 എന്ന് പറയുന്നത് M1ൻ്റെ കൂടെ എന്ത് ചെയ്യുക? ബാങ്കിലെ ഫിക്സ്ഡ് ആയിട്ട് ഇടത്തിലെ ഫിക്സ്ഡ് ആയിട്ടിടുന്ന എമൗണ്ട്, ഫിക്സ്ഡ് നിക്ഷേപം, അറ്റ സ്ഥിര നിക്ഷേപം, അതെന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്, അതുകൂടെ ചേർത്തിട്ടായിരിക്കും. മനസ്സിലായോ? ഇനി M4 എന്താണ്? M4 എന്ന് പറഞ്ഞാൽ M3 കണ്ടുപിടിച്ചല്ലോ. M3യുടെ കൂടെ പോസ്റ്റ് ഓഫീസിലെ മൊത്തം നിക്ഷേപം, അതായത് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് ഒഴികെയുള്ള മൊത്തം നിക്ഷേപവും വരും. മനസ്സിലായോ? ഇച്ചിരി കോംപ്ലിക്കേറ്റ് ആണ്, മനസ്സിലാക്കി പഠിച്ചു നോക്കുക 2 പ്രാവശ്യം. അപ്പോൾ M1, M2, M3, M4. സോ ഇതിനകത്ത് M1, M2 എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയമായിട്ടുള്ള പണമാണ്. M3യും M4ഉം എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടാണ്. ബ്രോഡർ നാരോ മണി എന്ന് പറഞ്ഞാൽ ഏതാണ്? M1ഉം M2 ആണ്. ബ്രോഡർ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? M3യും M4ഉം ആണ്. അതുകൂടെ മനസ്സിലാക്കി വെക്കണേ. അപ്പോൾ എന്താ ഇവിടുത്തെ ചോദ്യം? റിസർവ് ബാങ്ക് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിലെ ആകെ പണത്തിൻ്റെ അളവ് കണക്കാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇടുങ്ങിയ പണം ഏതാണ്? M1ഉം M2 ആണ് ഇടുങ്ങിയ പണം. ദെൻ M3യും M4ഉം ആണ് വിശാലമായിട്ടുള്ള പണം. ക്ലിയർ ആണോ? അപ്പോൾ നമുക്കിനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മോണിറ്ററി പോളിസിയിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കണേ. സോ എന്താണെന്ന് നോക്കാം. ബാങ്കുകൾ അനിയന്ത്രിതമായിട്ട് വായ്പ നൽകുന്നത് എന്ത് ചെയ്യും? മാർക്കറ്റിലോട്ട് പണം വരും, പ്രദാനം ചെയ്യും. അപ്പം എന്തിന് കാരണമാവും? ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, പണപ്പെരുപ്പത്തിന് കാരണമാവും. അപ്പോൾ അത് നിയന്ത്രിക്കാനായിട്ട് RBI ഉപയോഗിക്കുന്ന ഉപാധികളാണ്. നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പുതിയ ടെക്സ്റ്റിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യമാണ്. ഒന്ന് അളവുപരമായിട്ടുള്ള ഉപാധികളെന്നും പിന്നെ ഗുണപരമായിട്ടുള്ള ഉപാധികൾ. ഒപ്പം ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ് കേട്ടോ. ഗുണപരം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ആണ്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് എത്ര തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? 3 എണ്ണമാണ് പറഞ്ഞത്. ഒന്ന് ബാങ്ക് റേറ്റുകളുടെ മാറ്റം വരുത്തുക, ബാങ്ക് റേറ്റുകൾക്ക് മാറ്റം വരുത്തുക. രണ്ടാമത് റിസർവ് നിരക്കുകൾക്ക് മാറ്റം വരുത്തുക, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് വരത്തില്ലേ. സോ ഇനി അടുത്തത് പരസ്യ വ്യാപാര പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയാം. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, OMO. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എന്തിനകത്താണ് വരുന്നത്? അളവുപരമായിട്ടുള്ള അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിനകത്താണ് വരുന്നത്. എന്നാൽ ക്വാളിറ്റേറ്റീവ് ടൂൾസ് എന്താണ്? ക്വാളിറ്റേറ്റീവ് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർജിനൽ ആവശ്യമുള്ള ആവശ്യകത, ദെൻ ധാർമ്മികത, പ്രേരണ തുടങ്ങിയ കാര്യങ്ങളാണ് എന്തിനകത്ത് വരുന്നത്? ക്വാളിറ്റേറ്റീവിനകത്ത് വരുന്നത്. മനസ്സിലായ? ക്വാളിറ്റേറ്റീവ്. അപ്പം ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഗുണപരമായിട്ടുള്ള ഉപാധികളാണ്. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാമേ. എന്താണ് CRR? CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്നാണ്. സോ എന്താണ് ഇവിടെ നിന്ന് പറഞ്ഞു നോക്കാം. വാണിജ്യ ബാങ്കുകൾ നിക്ഷേപം സ്വീകരിക്കുന്ന പണത്തിൽ നിന്ന്
RBIയിലേക്ക് കരുതലായിട്ട് ധനം നിർബന്ധമായിട്ട് മാറ്റിവെക്കുന്ന പണത്തിൻ്റെ അളവിനെയാണ് CRR എന്ന് പറയുന്നത്. അതായത് ശ്രദ്ധിച്ചിരിക്കണേ, ഇതൊരു ബാങ്ക് ആണെന്ന് വിചാരിക്കുക. ഇത് മൊത്തവും ഒരു ബാങ്കാണ്. ഓക്കെ, ഈ ബാങ്കിലേക്ക് നിക്ഷേപിക്കുകയാണ്. നിക്ഷേപം എവിടെ എത്തിയടേ? ബാങ്കിലെത്തി. ഈ ബാങ്കിലെത്തുന്ന നിക്ഷേപം എന്ത് ചെയ്യും? കുറച്ച് ബാങ്കിൽ വെക്കും. കുറച്ചെടുത്തിട്ട് നേരെ എങ്ങോട്ട് പോവും? റേഷ്യോയിലോട്ട് പോവും. എവിടെ പോവും? RBIയിലോട്ട് വെക്കും. മനസ്സിലായോ? ബാക്കി വരുന്നത് ജനങ്ങൾക്ക് ലോൺ കൊടുക്കും. ഇതാണ് അവിടെ നടക്കുന്നത്. സോ ഈ എന്ത് ചെയ്യും? ഇത് നമ്മുടെ റിസർവ് ബാങ്കിലേക്ക് മാറ്റി വെക്കുന്ന പൈസയാണ് CRR എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? എടാ, നിക്ഷേപം വരുന്നു. എവിടെ വരുന്നു? വാണിജ്യ ബാങ്കിൽ. കുറച്ച് എടുത്ത് എന്ത് ചെയ്യും? വാണിജ്യ ബാങ്കുകളുടെ ഉള്ളിൽ തന്നെ പ്രോപ്പറായിട്ട് സൂക്ഷിക്കും. അതിനെയാണ് SLR എന്ന് പറയുന്നത്. SLR. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കുറച്ച് എമൗണ്ട് എവിടെ പോവും? നമ്മുടെ RBIയിലോട്ട് പോവും. പണമായിട്ട് തന്നെ കൊടുക്കണം. അതാണ് CRR എന്ന് പറയുന്നത്. ഓക്കെ, ക്യാഷ് റിസർവ് റേഷ്യോ. ബാക്കി വരുന്നത് ജനങ്ങൾക്ക് ലോൺ കൊടുക്കും. അതാണ് പറയുന്നത്, വാണിജ്യ ബാങ്കുകൾ നിക്ഷേപമായിട്ട് സ്വീകരിക്കുന്ന പണത്തിൽ നിന്ന് RBIയിലേക്ക് കരുതൽ ധനമായിട്ട് നിർബന്ധമായിട്ട് മാറ്റിവെക്കുന്ന പണത്തിൻ്റെ അളവിനെയാണ് CRR എന്ന് പറയുന്നത്. സോ കാര്യം കിട്ടിയോ? സോ നമുക്കിവിടെ ടെക്സ്റ്റിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം. ഓക്കെ, നമ്മുടെ കരുതൽ അനുപാതത്തിൽ അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ മാറ്റം വരുത്തിയും റിസർവ് ബാങ്കിൻ്റെ പണത്തിൻ്റെ പ്രധാനം നിയന്ത്രിക്കാറുണ്ട്. അതിനകത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ ഇൻഫ്ലേഷൻ്റെ നിരക്കുകൾ കുറയ്ക്കാൻ പറ്റും. അതാണ് പറഞ്ഞത്. ഇനി എന്താണ്? ബാങ്കുകൾ നിക്ഷേപമായിട്ട് സ്വീകരിക്കുന്ന പണത്തിൽ നിന്നും റിസർവ് ബാങ്കിലേക്ക് കരുതൽ ധനമായിട്ട് സൂക്ഷിക്കേണ്ട പണത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? CRR എന്ന് പറയുന്നത്. ഇനി എന്താണ്? കരുതൽ അനുപാതം കുറയുമ്പോൾ വായ്പ നൽകുന്നത് ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും വായ്പ ലഭ്യത കൂട്ടുകയും ചെയ്യുന്നു. എന്താണെന്ന് പറഞ്ഞു തരാമേ, ശ്രദ്ധിച്ചിരിക്കണേ. അതുവഴി ജനങ്ങളുടെ കൈവശമുള്ള പണ ലഭ്യത ഉയരുന്നു. ഓക്കെ, എന്നാൽ കരുതൽ അനുപാതം എന്ത് ചെയ്യുക? വർദ്ധിക്കുമ്പോൾ വായ്പ നൽകാനുള്ള ബാങ്കുകളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് കുറയുന്നു. ഓക്കെ, ഇതെന്ത് ചെയ്യും? വായ്പാ ലഭ്യത കുറയ്ക്കുകയും ജനങ്ങളുടെ കൈവശമുള്ള പണത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇന്നും മനസ്സിലായി കാണത്തില്ല, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. എടാ, CRR വർദ്ധിക്കുന്നു. ഓക്കെ, CRR വർദ്ധിപ്പിക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കണേ. അതായത് നമ്മുടെ കയ്യിൽ റിസർവ് ബാങ്കിൽ അല്ലെങ്കിൽ ഒരു ബാങ്കിലേക്ക് ഒരു നിക്ഷേപമായിട്ട് 1000 രൂപ എത്തിയെന്ന് വിചാരിക്കാം. സോ ഇതിനകത്ത് ഒരു കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ CRRയിലേക്ക് കൊടുക്കണം. അതായത് ഒരു 100 രൂപ കൊടുക്കണം എന്ന് വിചാരിക്കുക. 100 രൂപ കൊടുക്കണം. ബാക്കി എത്ര ഉണ്ട്? 900 രൂപ മാത്രമേ അല്ലേ നമുക്ക് എങ്ങോട്ട് കൊടുക്കാൻ പറ്റൂ? ബാങ്കിന് വായ്പ കൊടുക്കാൻ പറ്റൂ. ഈ വായ്പ കൊടുത്തു കഴിഞ്ഞാൽ ഈ പൈസ എങ്ങോട്ടാണ് പോകുന്നത്? ജനങ്ങളുടെ കയ്യിലോട്ടല്ലേടെ ഈ പൈസ പോകുന്നത്. ജനങ്ങളുടെ കയ്യിലോട്ടാണ് ഈ പൈസ പോകുന്നത്. മനസ്സിലാക്കേ? ഓക്കെ, ഇനി ഈ 100 രൂപ കുറച്ചിട്ട് ഇനി ഇപ്പോൾ ഒരു 50 രൂപ മാത്രം കൊടുത്താൽ മതി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇനി എത്ര രൂപയുണ്ടടേ ഇവിടെ? 950 രൂപ നമ്മുടെ കയ്യിലുണ്ട്. 50 രൂപ മാത്രം ആർക്ക് മതി? CRR കുറച്ചപ്പം 50 രൂപ മാത്രം റിസർവ് ബാങ്കിന് കൊടുത്താൽ മതി. 950 രൂപ ആർക്ക് കൊടുക്കാൻ പറ്റും? ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. കോളടിച്ചു. ഓക്കെ, അപ്പം പണപ്പെരുപ്പം ഇവിടെ പണം എന്ത് ചെയ്യും? പണം മാർക്കറ്റിൽ ലഭിക്കും. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? CRR കൂട്ടി ഒരു 200 രൂപ CRR വെച്ചു. ഓക്കെ, അപ്പം എത്ര ഉണ്ട്? 800 രൂപയേ ഉള്ളൂ ബാങ്കിൻ്റെ കയ്യിൽ. ഇപ്പം CRR വർദ്ധിക്കുന്നു. ബാങ്കുകളുടെ കൈവശമുള്ള പണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇപ്പം 800 രൂപയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 800 രൂപയേ ഉള്ളൂ. എന്ത് ചെയ്യും? അപ്പം വായ്പ കൊടുക്കൂടി. വായ്പാ വിതരണം കുറയുന്നു. ദെൻ ജനങ്ങളുടെ കൈവശമുള്ള പണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ദെൻ അതുപോലെ നമ്മുടെ പണപ്പെരുപ്പം എന്ത് ചെയ്യും? നിയന്ത്രിക്കുന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പം ഇത് വർദ്ധിക്കുമ്പം ബാക്കിയെല്ലാം ഡൗൺ ആണ് വരുന്നത്. ബാക്കിയെല്ലാം ഡൗൺ. അപ്പം കൈവശം വെക്കുന്ന പണം കുറയുന്നു, വിതരണം കുറയുന്നു, പലിശ കൊടുക്കുക, ജനങ്ങളുടെ കൈവശമുള്ള പണവും കുറയുന്നു, പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നു. കൂടിയിരുന്ന സാധനം എന്ത് ചെയ്യും? നിയന്ത്രിക്കും. ഇനി CRR കുറയ്ക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? CRR കുറയ്ക്കുവാണെങ്കിൽ കൈവശം എന്ത് ചെയ്യാം? CRR കുറയ്ക്കുക. നേരത്തെ എന്ത് ചെയ്യും? CRR 100 ആണെന്ന് വിചാരിക്കാം.
CRR ഇനി 50 രൂപ മാത്രം കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും 950 രൂപ ബാങ്കിൻ്റെ കയ്യിലുണ്ട്. നേരത്തെ 900 രൂപയേ ഉള്ളായിരുന്നു. മനസ്സിലായോ? സോ കയ്യിൽ കുറേ പൈസ കിട്ടി. ഇതെന്ത് ചെയ്യും? വിതരണം ചെയ്യും. ജനങ്ങളുടെ കയ്യിൽ പൈസ കിട്ടും. അപ്പം പണപ്പെരുപ്പം എന്ത് ചെയ്യും? വർദ്ധിക്കും. സംഭവം ഇത്രയേ ഉള്ളൂ. കിട്ടിയോ? CRR എന്തായിട്ട് കറൻസി ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഓക്കെ, RBI എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? RBIയിലാണ് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, നിലവിലെ 4%. അതിനകത്തൊരു മാറ്റമുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തൊരു സ്ലൈഡിനകത്ത് മാറ്റം പറഞ്ഞുതരാം. കറക്റ്റ് റേറ്റ് പറഞ്ഞുതരാം. 5.5 ആയിട്ടുണ്ട് നിലവിൽ. സോ അത് ഞാൻ ഒരു ബോക്സ് വെച്ച് കറണ്ട് മാർക്കറ്റിലെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ടോട്ടൽ എല്ലാം പറഞ്ഞുതരാം. സോ അത് മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, ബാങ്കിൻ്റെ കയ്യിൽ കിട്ടുന്ന പൈസയുടെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം? ബാങ്ക് തന്നെ സൂക്ഷിക്കണം, ബാങ്കിൽ തന്നെ സൂക്ഷിക്കണം. അതാണ് പറയുന്നത് SLR എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയാം. ഓക്കെ. സോ ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴുള്ള റേറ്റ് കൂടെ ഒന്ന് പറഞ്ഞു തരാമേ. റിപ്പോ റേറ്റ് 5.25 ആണ്. റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35 ആണ്. പഠിച്ചു വെച്ചേക്കണേ. അതുപോലെ തന്നെ ബാങ്ക് റേറ്റ് 5.5 ആണ്. നമ്മൾ പറഞ്ഞ SLR എന്ന് പറയുന്നത് 18% ആണ്. ദെൻ അതുപോലെ മറ്റൊരു ഇതുകൂടെ പഠിക്കുക. ഓക്കെ, സ്റ്റാൻഡിങ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് എത്രയാണ്? 5% ആണ്. അതിനെ SDF എന്ന് പറയും. SDF. സോ ഇത് എത്ര പെർസെൻറ്റേജ് ആണ്? 5%. റിവേഴ്സ് റിപ്പോ റേറ്റിന് പകരമായിട്ടൊക്കെ വന്ന് ഇപ്പോൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഏതാണ്? ദ SDF എന്ന് പറയുന്നത്. കറൻ്റ്ലി പ്രിഫേർഡ് ബൈ ദ RBI ഓവർ ദ റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓക്കെ, അത് എത്രയാണ്? 5% ആണെന്ന് മനസ്സിലാക്കുക. ദെൻ അതുപോലെ നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ സാമ്പത്തിക വർഷം 2025-26 സാമ്പത്തിക വർഷം GDPയുടെ 4.4% ആണ്. ബഡ്ജറ്റിനകത്ത് കാര്യങ്ങളാണ് പറയുന്നത്. സോ 2026-27 നമ്മൾ ലക്ഷ്യം വെക്കുന്നത് 4.3 ആണ്. വാണിജ്യ ബാങ്കിൽ റിസർവ് ബാങ്കിൽ നിന്ന് പണം എടുക്കുമ്പോൾ നൽകേണ്ട പലിശ നിരക്കിനെയാണ് റിപ്പോ റേറ്റ്. വാണിജ്യ ബാങ്കുകൾ എവിടെ നിന്നാണ് സ്വീകരിക്കേണ്ടത്? റിസർവ് ബാങ്കിൽ നിന്ന് പണം എടുക്കുമ്പോൾ നൽകേണ്ട പലിശയാണ് റിപ്പോ റേറ്റ്. സോ എങ്ങനെയാണ് ഇവിടെ മാറ്റങ്ങൾ നോക്കാം. RBI ആർക്ക് പണം കൊടുക്കൂടി? വാണിജ്യ ബാങ്കുകൾക്ക് കൊടുക്കും. അപ്പോൾ ഒരു റേറ്റ് വെക്കും. നല്ല റേറ്റാണ്. ഇപ്പം 5.25 ആണ് റേറ്റ്. ഇത്രയും റേറ്റിലാണ് ആര് വാങ്ങുന്നത്? വാണിജ്യ ബാങ്ക് വാങ്ങിക്കുന്നത്. സോ ഈ വാണിജ്യ ബാങ്കുകൾ ഇത്രയും രൂപ റേറ്റിന് പലിശയ്ക്ക് കൊടുക്കണം, പലിശയ്ക്ക് വായ്പ കൊടുക്കണം. സോ ഇനി ഇവർ എന്ത് ചെയ്യണം? ഇപ്പം ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ച എമൗണ്ട് പീപ്പിളിന് അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ റേറ്റ് കുറച്ച് കൊടുക്കുകയോ കൂട്ടി കൊടുക്കണോ? ഉറപ്പായിട്ട് കൂട്ടി കൊടുക്കണം. പലിശ കൂടും. ഈ പലിശ കൂടുകയാണെങ്കിൽ ആളുകൾ അവിടെ വാങ്ങിക്കാൻ ചെല്ലത്തില്ല. മനസ്സിലായോ? അങ്ങനെ എന്ത് ചെയ്യും? പണപ്പെരുപ്പം എന്ത് ചെയ്യും? പൈസ എങ്ങോട്ട് ഇറങ്ങത്തില്ല? മാർക്കറ്റിലോട്ട് ഇറങ്ങത്തില്ല. സോ ഇതാണ് പറഞ്ഞത്. അപ്പോൾ റിപ്പോ നിരക്ക് വർദ്ധിക്കുമ്പോൾ ബാങ്കുകൾ വായ്പാ പലിശ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? വായ്പ ലഭ്യത കുറയുന്നു. അങ്ങനെ വായ്പ പെട്ടെന്ന് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പം സമ്പത്ത് വ്യവസ്ഥയിൽ പണം എന്ത് ചെയ്യും? കുറയും. സോ ഇതിനെയാണ് വിലക്കയറ്റം ആ സമയത്ത് കുറയുന്നു. ഇനി എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ്? റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകൾ ആർക്ക് കൊടുക്കുന്നു? റിസർവ് ബാങ്കിന് കൊടുക്കുന്നു. ഇത് എന്താണ്? ഒരു ഷോർട്ട് പീരീഡ് ആണ്. സോ ഈ സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഓക്കെ, കൊളാട്രൽ വെക്കണം. ഓക്കെ, വാണിജ്യ ബാങ്കുകൾ തങ്ങളുടെ അധീനതയിലുള്ള പണം റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പണത്തിൻ്റെ പലിശ നിരക്കിനെയാണ്. അപ്പോൾ റിപ്പോ റേറ്റ് ആണോ റിവേഴ്സ് റിപ്പോ റേറ്റ് ആണോ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് തന്നെയാണ്? റിപ്പോ റേറ്റ് ആണ് കൂടുതൽ. റിവേഴ്സ് റിപ്പോ റേറ്റ് കുറവാണ്. നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചതല്ലേ, ഇതാ എഴുതിയിരിക്കുന്നത് 3.5 ഉള്ളൂ റിവേഴ്സ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് 5. എപ്പോഴും റിപ്പോ റേറ്റ് കൂടി നിൽക്കും. മനസ്സിലായോ? സോ ഇതിനകത്ത് ഒന്നാം സ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ ബാങ്ക് റേറ്റിനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇരിക്കുന്നത്. 2 ഏതാണ്? റിപ്പോ റേറ്റ്. അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. സോ അത് മനസ്സിലാക്കി വെക്കണേ. സോ നമ്മൾക്ക് പറയുന്ന അടുത്ത ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി LAF വരുന്നത് തന്നെയാണ് ഏതൊക്കെയാ? റിപ്പോ റേറ്റും റിവേഴ്സ് റിപ്പോ റേറ്റും ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഇവിടെ നമ്മൾ അടുത്ത് പഠിക്കുന്നത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയാണ്, MSF. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എമർജൻസി സിറ്റുവേഷനുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കുകൾ RBIയുടെ അടുത്തോട്ട് പോകും.
പെട്ടെന്ന് നാളെ രാവിലെ ഞാൻ പൈസ സെറ്റ് ചെയ്ത് തരാമെന്ന രീതിയിൽ പോകും. അന്നേരമുള്ള റേറ്റാണ് MSF, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. ഇത് എപ്പോഴും എന്താണ് ബാങ്ക് റേറ്റിന് തുല്യമായിരിക്കും എന്ന കാര്യം ഇവിടെ ഓർത്തിരിക്കുക. സോ കാര്യം മനസ്സിലായോ? സോ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ക്വിക്കായിട്ട് നോക്കാം. ഓക്കെ, റിപ്പോ റേറ്റ് ആൻസർ ഓരോന്നായിട്ട്. വായ്പ എടുക്കുന്നു. ഓക്കെ, വായ്പ ആരാ എടുക്കുന്നത്? പൈസ ഇല്ലാതെ വരുമ്പോൾ ആരാ ഓടിച്ചെന്ന് പൈസ എടുക്കുന്നത്? RBIയുടെ നിന്ന്. അത് വാണിജ്യ ബാങ്ക്. അപ്പോൾ ആര് വായ്പ എടുക്കുന്നു? വാണിജ്യ ബാങ്ക് എടുക്കുന്നു. ക്ലിയർ ആണല്ലോ? ആരാണ് നൽകുന്നത്? ഓക്കെ, റിപ്പോ റേറ്റിനകത്ത് റിസർവ് ബാങ്ക് ആണ് നൽകുന്നത്. റിപ്പോ റേറ്റിനകത്ത് റിസർവ് ബാങ്ക് ആണ് നൽകുന്നത് അല്ലേ? റിസർവ് ബാങ്ക് ആണ് കൊടുക്കുന്നത്. അവിടെ കൊളാട്രൽ വെക്കണം. അതിൻ്റെ റേറ്റ് ആണ് നമ്മൾ പഠിച്ചായിരുന്നു. 5 എത്രയാണ് നിലവിലെ? 5.25 ആണ്. ഓക്കെ, ഇനി എന്താണ്? കൊണ്ട് നിക്ഷേപിക്കത്തില്ലേ? ആരാ നിക്ഷേപിക്കുന്നത്? വാണിജ്യ ബാങ്ക്, റിസർവ് ബാങ്ക്. വാണിജ്യ ബാങ്കിൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. ആ പൈസ എടുത്തിട്ട് എവിടെ കൊണ്ടുവെക്കും? റിസർവ് ബാങ്കിലോട്ട് കൊണ്ടുവെക്കും. പൈസ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, സോ അപ്പം പലിശ നൽകുന്നത് ആരാണ്? ഓക്കെ, ആരാണ് പലിശ നൽകുന്നത്? റിസർവ് ബാങ്ക് ആണ് പലിശ നൽകുന്നത്. സോ ഇതിനെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ 3 സംതിങ് ആണ് കേട്ടോ, 3.3. ഓക്കെ, ആ കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക. സോ എന്താണ് ഇതിൻ്റെ കൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് CRR കൂടുവാണെങ്കിൽ പണലഭ്യത, പണപ്പെരുപ്പം കുറയും. റിപ്പോ റേറ്റ് കൂടുവാണെങ്കിൽ പണപ്പെരുപ്പം കുറയും. റിവേഴ്സ് റിപ്പോ കൂടുവാണെങ്കിൽ പണപ്പെരുപ്പം കുറയും. എല്ലാം എന്ത് ചെയ്യുക? കുറയുന്ന കാര്യം. then അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? കരുതൽ ശേഖരണം എന്ന് പറയും അല്ലേ? RBIയിലേക്ക് കരുതൽ ശേഖരണം. അപ്പം വിദേശ കറൻസി, അതുപോലെ തന്നെ സ്വർണം, അതുപോലെ തന്നെ മറ്റ് ആസ്തികളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? പൂർണ്ണമായിട്ടും അതിൻ്റെ കാവൽക്കാരൻ ആര് തന്നെയാണ്? RBI തന്നെയാണ്. പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഇറക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? ഓക്കെ, ബാങ്കിങ് പ്രവണത റിപ്പോർട്ട് എങ്ങനെയാണ്? അതുപോലെ തന്നെ പണനയ റിപ്പോർട്ട്, മോണിറ്ററി പോളിസിയുടെ വിശദാംശങ്ങൾ, ഉപഭോക്തൃ സർവേ റിപ്പോർട്ടുകൾ, RBIയുടെ ബുള്ളറ്റിനുകൾ, ഓക്കെ, തുടങ്ങിയ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള സപ്ലിമെൻറ്റുമായി ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കുകളുടെ റിപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വർഷങ്ങളൊക്കെ ഇറക്കുന്നത് ആരാണ്? RBI ആണ്. ഓർത്തിരിക്കണേ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് വീഡിയോയിൽ പറയാനുള്ളത്. നമുക്ക് സെക്കൻഡ് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുക. സെക്കൻഡ് വീഡിയോ ഉറപ്പായിട്ടും കാണണേ. ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുക, സെക്കൻഡ് വീഡിയോ ഉറപ്പായിട്ട് കാണണം. അതിനകത്ത് കുറേ കൂടെ നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് പറയാറുണ്ട്. സോ അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് തന്നെ കൊളാട്രൽ വിൽക്കുന്ന കാര്യങ്ങളും പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു വീഡിയോ കാണണം. താങ്ക് യു.